ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ജലദോഷമാണ്, സുഖമില്ല, ജലദോഷമാണ്, കുഴപ്പമില്ല കേട്ടോ. അത് തണുപ്പൊക്കെ അല്ലേ, മഴയൊക്കെ അല്ലേ, അത് മാറിക്കോളും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എക്കണോമിക്സ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് നന്ദു എന്നാണ്. നമ്മളായിരിക്കും എക്കണോമിക്സ് ഡീൽ ചെയ്യുന്ന, നമ്മൾ തമ്മിലായിരിക്കും എന്ത് ചെയ്യട്ടെ എക്കണോമിക്സ് ചർച്ച ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതെ എക്കണോമിക്സ്. ശരി, എന്നാൽ പിന്നെ എൻ്റെ ഒരു ചോദ്യം, എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത്, എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന കാര്യം എന്താ? എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഓർമ്മ വരും? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക എക്കണോമിക്സ് എന്ന് കേൾക്കുന്ന സമയത്ത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടില്ലാത്തവരായിരിക്കും, ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും, എന്നാലും എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമല്ലോ. എക്കണോമിക്സ് പാടാണ്. കൊള്ളാം, ആദ്യത്തെ ഉത്തരവാണ് എക്കണോമിക്സ് പാടാണ്. നമുക്കൊരു പോസിറ്റീവ് വൈബോട് കൂടി തന്നെ ആരംഭിക്കുന്നു. എക്കണോമിക്സ് പാടാണ്, ശരി, നല്ല കാര്യം. ഇനി എക്കണോമിക്സ് പേടിയാണ്. ആദം സ്മിത്തിനെ ഓർക്കുന്നുണ്ട്, ശരി. പണം ഓർമ്മ വരും, GDP, പൈസ, അത് മാത്രമേ ഓർമ്മ വരത്തുള്ളൂ. പിന്നെ സ്റ്റഡി ഓഫ് വെൽത്ത്, ലെയ്സേ ഫെയർ, പൈസ, കൂടുതൽ ആൾക്കാർക്കും പൈസയാണ് ഓർമ്മ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, വളരെ നല്ല കാര്യം. RBI ഓർമ്മ വരുന്നുണ്ട്. 5 ഇയർ പ്ലാൻസ്, പണം, മണി, ഓക്കെ ശരി. സാമ്പത്തികം, ഒത്തിരി നേരമായിരുന്നോ? അത് വേറെ അല്ലേ? ഇല്ല, ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ സെൻസെക്സ്, ഓക്കെ, സെൻസെക്സ് ഓർമ്മ വരുന്നുണ്ട്. ആദം സ്മിത്ത്, പണം. എന്നെ ഓർമ്മ വരുന്നുണ്ടല്ലേ, വളരെ നല്ല കാര്യം. സ്മരണ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അതിനുശേഷം പണം, മൈക്രോ, മാക്രോ, ടഫാണ്, വെൽത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പല കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടല്ലേ അല്ലേ? നിങ്ങൾ എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. എക്കണോമിക്സ്, ഇൻഫ്ലേഷൻ, ബജറ്റ്, നോട്ട് നിരോധനം, ഫിസ്ക്കൽ പോളിസി, JM കെയ്ൻസ്, GSS, നിങ്ങളെല്ലാവരും പല വൈവിധ്യങ്ങളായിട്ടുള്ള ആൻസേഴ്സ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്കണോമിക്സ് എന്നുള്ളൊരു ധാരണയുണ്ട്. എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിലെ ടെർമിനോളജീസ് എന്താണെന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. SEBI, ചോർച്ചാ സിദ്ധാന്തം, 5 മാർക്കിന് വരുന്നുണ്ട്. ബജറ്റ്, യെസ്, ഫുൾ പഠിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും 10th റാങ്ക് ഫയൽ ഫുൾ പഠിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഏൽക്കുന്നില്ല. ഗ്രീൻ റവല്യൂഷൻ, ഓക്കെ. അപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. ഓക്കെ, അപ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. നിങ്ങൾ ചോദ്യ പേപ്പറുകൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ആണല്ലോ? ഓക്കെ, മതി, മനസ്സിലായി. നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം എന്താ, നിങ്ങൾക്ക് അത്യാവശ്യം എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ടെർമിനോളജീസ് എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. പല ഭാഗങ്ങളിലായിട്ട് എക്കണോമിക്സിൻ്റെ പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള, ചോദ്യ പേപ്പറുകൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാകും, ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാകും, പലതവണ എക്സാമുകൾ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ എക്കണോമിക്സിന് നിങ്ങൾ പഴയ ചോദ്യ പേപ്പറുകളും ഇപ്പോഴത്തെ ചോദ്യ പേപ്പറുകളും എടുക്കുമ്പോൾ ഒരു വ്യത്യാസത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏറ്റവും ടഫാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് MCOM ഉണ്ട്, പക്ഷേ എക്കണോമിക്സ് സീനാണ്. നമ്മൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, എക്കണോമിക്സ് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ഒരു മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അത് നമ്മളൊരു എല്ലാ കാര്യങ്ങളും പ്രജുഡിക്കൽ, അതായത് മുൻകൂട്ടി തീരുമാനം എടുത്ത് വച്ചിരിക്കുക, മുൻവിധിയോടുകൂടി. അതായത് എക്കണോമിക്സ് ബുദ്ധിമുട്ടാണ്. 5 മാർക്കിന് ചോദ്യം. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സിലബസിനകത്ത് 5 മാർക്സ്, 5 മാർക്സ് എന്നാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, എക്കണോമിക്സിനെ പറ്റി കൊടുത്തിട്ടുള്ളത്. പക്ഷേ 5, 6, 7 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പലരും ഇത് ഒഴിവാക്കാൻ കാരണമെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളുടെ സ്ട്രക്ചറാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ, കോൺസെപ്ച്വൽ ചോദ്യങ്ങൾ, അതുകൊണ്ടാണ് പലരും ഈ ഒരു 5 മാർക്കിന് ചിലപ്പം പഠിക്കാറ് പോലും ഇല്ലല്ലേ. എക്കണോമിക്സ് ചിലപ്പോഴും മിക്ക ആൾക്കാരും അങ്ങ് ഒഴിവാക്കി കളയും. എക്കണോമിക്സ് വേണ്ട, വേറെ സബ്ജക്റ്റുകൾ പഠിക്കാം. അപ്പോൾ അത് നമ്മുടെ ഒരു മുൻധാരണ കൊണ്ടാണ്. അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു മുൻധാരണ കൊണ്ടല്ലേ, ആണല്ലോ. നമ്മൾ ചോദ്യ പേപ്പറുകൾ കണ്ടു, ഒരു തവണത്തെ ചോദ്യ പേപ്പറുകൾ കണ്ടു, അതെനിക്ക് എഴുതാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനത് മാറ്റി വയ്ക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പഠിച്ച രീതിയിലുള്ള ചോദ്യങ്ങളല്ല, മുന്നേ പഠിച്ചിട്ടുള്ള കാണാപ്പാഠം പഠിച്ചിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇപ്പം വരുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു പഠനം നമ്മൾ മാറി പഠിച്ച് നോക്കിയിട്ടുണ്ടോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഇന്നത്തെ ചോദ്യങ്ങൾ വരുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ്, കോൺസെപ്ച്വൽ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പഠനം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്കണോമിക്സ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൽ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ രീതിയിലുള്ള ഒരു പഠനം പഠിച്ച് നോക്കിയാലോ, എന്നിട്ട് എക്കണോമിക്സ് ബുദ്ധിമുട്ടാണോ, എക്കണോമിക്സ് നമ്മളെ പിടിച്ച് കടിക്കുന്ന സബ്ജക്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അത് ഇവിടെ ഒരാൾ പറഞ്ഞു, യെസ്, അരുൺ രാജ് പറഞ്ഞു എക്കണോമിക്സ് സൂപ്പറാണ്. അതെ, ഒന്നും മനസ്സിലാവില്ലെന്നോ? എക്കണോമിക്സ് ഇഷ്ടപ്പെടാം, നമുക്ക് എക്കണോമിക്സ് സൂപ്പറായിട്ട് പഠിക്കാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ എല്ലാം തന്നെ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളെ പിടിച്ച് കടിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല എക്കണോമിക്സ്. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കാതിരിക്കുക, അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാക്കാതിരിക്കുക. എക്കണോമിക്സ് പഠിച്ചിട്ടില്ല, വളരെ നല്ല കാര്യം. പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആൾക്കാരാണ്
ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എക്കണോമിക്സ്, എങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ ഒന്നേന്ന് ബേസിൽ നിന്നാണ് പഠിച്ചു പോകുന്നത്. അപ്പം മുൻധാരണകൾ മാറ്റി വെച്ചിട്ട് ക്ലാസ്സുകൾ കാണുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുക, പഠനം മുന്നോട്ട് കൊണ്ടുപോകും. അത്രയും മാത്രമേ പറയുള്ളൂ. വേറെ ഒന്നുമില്ല. എക്കണോമിക്സിനെ പറ്റി തുടക്കത്തിൽ മുൻധാരണ, മുൻവിധി മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെല്ലാ സബ്ജക്റ്റുകളിലും തന്നെ, ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുക, ജോഗ്രഫി എടുക്കുക, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക, അതുപോലുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലേ. ഫാക്ട്സ്, അതായത് നമുക്കറിയാം വർഷങ്ങൾ, ആൾക്കാരുടെ പേരുകൾ, ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ സെക്ഷൻസ്, അതുപോലെ സ്ഥാപനങ്ങളുടെ പേരുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. BA ഹിസ്റ്ററി പഠിച്ചിട്ട് എക്കണോമിക്സ് പഠിക്കാൻ നോക്കുന്നു. അതായത് വേറൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇവിടെ എന്ന് പറയും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് കേട്ടില്ലേ, സമഗ്രമായിട്ടുള്ള എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളിക്കുന്ന വളർച്ച. അതുപോലെ നമ്മുടെ ക്ലാസ്സും ഇൻക്ലൂസീവ് ആയിരിക്കും. അതായത് ഒരാളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പഠനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പം ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പം നോക്കി, അതായത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നോക്കി, ഈ പറയുന്ന പോലെ ഞാൻ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് ഉൾപ്പെടുത്തി ഒരുപോലെ എക്സാം ക്രാക്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്കണോമിക്സ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് പുതിയ ഒരാളാണ്, ഞാൻ കുറേ കാലമായിട്ട് പഠിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും തന്നെ ബേസിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് റിവിഷനായിട്ട് എടുക്കാം. അതുകൊണ്ട് ആരെയും ഒഴിവാക്കിയിട്ടുള്ള പഠനമല്ല നമ്മൾ നോക്കുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പഠനമാണ്. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലും ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിലും അതൊന്നും ഇവിടുത്തെ ഒരു വിഷയമുള്ള കാര്യമേ അല്ല. നമ്മളെല്ലാവരും തന്നെ ഒന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളെ പറ്റി ഞാൻ പറഞ്ഞു, അതിൽ കൂടുതലും ഫാക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. പക്ഷേ എക്കണോമിക്സിൻ്റെ പ്രത്യേകത എന്താ? എക്കണോമിക്സിൽ ഫാക്ട്സ് പഠിക്കണ്ട എന്നല്ല, 50% ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പഠിക്കണം. നമുക്ക് 50% കാണാതെ പഠിക്കേണ്ടത് തന്നെ വേണം. ബാക്കി 50% നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാണ് പഠിക്കാനുള്ളത്. അതാണ് ഈ എക്കണോമിക്സിൻ്റെ പ്രത്യേകത. അതെ, മനസ്സിലാക്കി പഠിച്ചാൽ സൂപ്പറാണ്. ഏതൊരു സബ്ജക്റ്റും പോലെ തന്നെ, ഏതൊരു സബ്ജക്റ്റിനെക്കാളും സൂപ്പറാണ്. ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ, കുറച്ച് പ്രത്യേകതകളും പറഞ്ഞുതരാം. ഇത് 50% എന്താണ്? ഫാക്ച്വൽ, ഫാക്ട്സ്, ആൾക്കാരുടെ പേര്, RBI ആയിട്ട് ബന്ധപ്പെട്ട്, സെബി ആയിട്ട് ബന്ധപ്പെട്ട്, നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട്, നികുതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണാതെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വർഷങ്ങൾ, ആൾക്കാരുടെ പേരുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. ബാക്കി 50% കോൺസെപ്റ്റുകളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, നാഷണൽ ഇൻകം, CGST, SGST, IGST തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചാലുള്ള പ്രത്യേകത എന്തെന്നറിയാവോ? ഇത് ഒരൊറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് റിവിഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ ഈ വർഷം കാണാതെ പഠിക്കുന്ന പോലെയോ ആൾക്കാരുടെ പേര് കാണാതെ പഠിക്കുന്ന പോലെയോ എന്നും നമ്മൾ നോക്കേണ്ട കാര്യമോ മറന്നു പോകുന്നൊരു സംഗതിയല്ല. ബേസ് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ ബിൽഡിംഗ് മുകളിലോട്ട് കെട്ടിപ്പൊക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബിൽഡിംഗ് മുകളിലോട്ട് കെട്ടിപ്പൊക്കണമെങ്കിൽ താഴത്തെ ബേസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് എത്ര നില വേണോ കെട്ടിപ്പൊക്കാം. അതുപോലെ തന്നെയാണ് എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റുകൾ ഒരിക്കൽ സ്ട്രോങ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് പൊടി തട്ടി കൊടുത്താൽ മാത്രം മതി. അതേസമയം ഈ പറയുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന 5 ഇയർ പ്ലാൻസ് പോലുള്ള കാര്യങ്ങളുണ്ട്, CA കറണ്ട് അഫയേഴ്സ് കൊണ്ട് അതെന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കും, അത് റിവിഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ സിലബസ് വളരെ ചെറിയ സിലബസാണ്. കുറച്ച് സമയം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 5 മുതൽ 7 മാർക്ക് വരെ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് മറ്റ് സബ്ജക്റ്റുകളെക്കാളും എക്കണോമിക്സിനുള്ള പ്രത്യേകത. അപ്പോൾ മറ്റ് സബ്ജക്റ്റുകൾ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എക്കണോമിക്സ് ആയതുകൊണ്ട് അതിൻ്റെ നല്ല വശങ്ങൾ നിങ്ങൾ പറയണ്ടേ, മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള കമ്പാരിസണും പറയണ്ടേ എന്ന് പറഞ്ഞ് മുഴുവൻ സമയം എക്കണോമിക്സിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്നല്ല പറയുന്നത്. 5 മുതൽ 7 മാർക്ക് വരെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 5 മുതൽ 7 മാർക്ക് വരെ കിട്ടാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. പക്ഷേ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മതി എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടേ നമ്മൾ മറ്റു കാര്യത്തിലോട്ട് പോകത്തുള്ളൂ. മനസ്സിലായോ? നിങ്ങളെ കോൺസെപ്റ്റ് ഓരോ ആൾക്കാരെയും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അടുത്ത പോർഷനിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ
ഒരു പകുതി ആൾക്കാർക്ക് മനസ്സിലായി എങ്കിൽ നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിലോട്ട് പോകാമെന്ന് പറയത്തില്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിപ്പിച്ചിട്ടേ അടുത്ത ക്ലാസ്സിലോട്ട് പോകത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഫ്ലേഷൻ എന്താണ് നമുക്കറിയാം. നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുപോലെ MSF, SDF തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അത് പലപ്പോഴും നമ്മൾ കാണാതെ പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയാം എന്നൊരു ധാരണ എനിക്കുണ്ട്. അതായത് റിപ്പോ, റിവേഴ്സ് റിപ്പോ എന്താണ്, അതെപ്പോൾ ഉയർത്തും, എപ്പോൾ താഴ്ത്തും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ MSF, SDF, അതുപോലെ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്താണ്, CRR, SLR തുടങ്ങിയതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നമുക്ക് അറിയാത്ത കുറച്ച് ആൾക്കാർ, ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാത്ത പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കോൺസെപ്റ്റുകൾ കാണാൻ പഠിക്കുകയല്ല, എന്തിന് CRR കൂട്ടുന്നു, എന്തിന് SLR കൂട്ടുന്നു, എന്തിന് റിപ്പോ, എന്തിന് റിവേഴ്സ് റിപ്പോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കോൺസെപ്റ്റ് തറവാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അപ്പോൾ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അതെന്താണ് ഒരു റിവിഷൻ പോലെ എടുത്താൽ മതി. നിങ്ങൾക്ക് പിന്നീട് അത് നോക്കേണ്ട കാര്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. നോ ഐഡിയ, കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠനത്തിനൊപ്പം ആ സാധനങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെയായിരിക്കും നമ്മൾ എക്സാം ഹാളിൽ തെറ്റുന്നു. എന്തുകൊണ്ട്? നമ്മൾ കാണാതെ പഠിച്ചിട്ട് പോകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. 50% ഫാക്ച്വൽ. ഫാക്ച്വൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സ് വലിയ രീതിയിൽ വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് അത് എങ്ങനെ വരുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും തന്നെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന കാര്യത്തിനെ കറണ്ട് അഫയേഴ്സുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം, ആ രീതിയിലുള്ള കൂടുതൽ ചോദ്യങ്ങളും വരുന്ന എക്കണോമിക്സിലാണ്. മറ്റുള്ളതിൽ വരുന്നില്ല എന്നല്ല, എക്കണോമിക്സിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളോട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ 50%, കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ 50%. ഇനി നമ്മൾ ഏതൊരു വിഷയവും പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ഇക്വേഷൻസ് ഡാർക്ക് ആണ്. ഇവിടെ ഗൗതം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇക്വേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇക്വേഷൻസ് കാണാതെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ GDP ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ GNP എന്ന് പറയുന്നത് GDP + NFIA. അപ്പോൾ അതെന്ത് സാധനമാണ് GDP + NFI? അല്ലെങ്കിൽ GDP FC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയാറുണ്ട് GDP MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷനായിട്ട് കാണാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷെ ആ ഇക്വേഷനിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു അല്ലേ? ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് കാണാതെ പഠിക്കുന്നതും അതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചെത്തുന്ന സമയത്ത് നമ്മളത് മറക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഡയറക്റ്റ് ആ ഇക്വേഷനിലോട്ട് പഠിക്കുമ്പോൾ പ്രശ്നം എന്താ? നമ്മൾ ഉറപ്പായിട്ടും മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, നാഷണൽ ഇൻകത്തിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതൊന്നും മറന്നു പോകാതെ റിയൽ ലൈഫിൽ നമുക്ക് നടക്കുന്ന എക്സാമ്പിളുമായിട്ട് ചേർത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ 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 താങ്ക് യു. അപ്പം നോക്കിയേ, നമുക്ക് NCERT എല്ലാം ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഇനി ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു വിഷയം പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ എന്തറിഞ്ഞിരിക്കണം പറഞ്ഞേ? ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഓരോ വിഷയം പഠിക്കുമ്പോൾ എക്കണോമിക്സ് 5 മുതൽ 7 മാർക്ക് വരെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിൻ്റെ ആദ്യം എന്തറിഞ്ഞിരിക്കണം? നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ടെലഗ്രാമിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അതുപോലെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സാധനം കിട്ടും, ഒരുപാട് റാങ്ക് ഫയൽ കിട്ടും. ആവശ്യത്തിലധികം സാധനങ്ങൾ നിങ്ങൾക്കുണ്ട്, ആവശ്യത്തിലധികം സാധനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതെ, അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള എന്തെന്നറിയാവോ? എന്ത് പഠിക്കണ്ട എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ആവശ്യത്തിലധികം ഇൻഫർമേഷൻ ഓവർലോഡാണ്. പക്ഷെ അതൊന്നും പഠിക്കാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ROI. എന്താ അത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്കിവിടെ ആകെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? സമയം അല്ലേ? നിങ്ങൾക്കിവിടെ ഏറ്റവും വിലപ്പെട്ടത്, കാരണം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ. പക്ഷേ എല്ലാവരും സംബന്ധിച്ചിടത്തോളം സമയം വളരെ പരിമിതമാണ്. അപ്പം നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സമയവും നിങ്ങൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിട്ടേൺ തിരിച്ച് അതിൽ നിന്നുള്ള ഇൻകം, നമ്മളിപ്പോൾ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഓരോ സബ്ജക്റ്റിനും. അതിനനുസരിച്ച് വേണം നിങ്ങൾ സമയം മാറ്റി വയ്ക്കാൻ. എക്കണോമിക്സിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഇത്ര സമയം മാറ്റി വയ്ക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെന്നും അനാവശ്യമായിട്ട് ഒഴിവാക്കാനുള്ളത്, യെസ് ഇവിടെ പറഞ്ഞു വാട്ട് നോട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കേണ്ട എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ നോക്കാനുള്ള സിലബസ് അല്ലേ? അതായത് നമുക്ക് PSC തന്നിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. ഭൂരിഭാഗം അതായത് 95 അല്ലെങ്കിൽ ഒരു 99% ചോദ്യങ്ങളും സിലബസിനകത്തും തന്നെയാണ്. 1% നമ്മൾ പറയാറില്ല, കീടാണു. 1%
എന്തൊക്കെ ഒഴിച്ചാലും, ഡെറ്റോൾ ഒഴിച്ചാലും, ഹാർപ്പിക് ഒഴിച്ചാലും 1% കീടാണു ഡെഡ് ആവത്തില്ല. ആ കീടാണുവിനെ വിട്ടുകളയാം, ആ കീടാണു പോട്ടെ. പക്ഷെ നമുക്ക് വേണ്ടത് ആ 99%. അത് സിലബസിനകത്തുനിന്ന് തന്നെയാണ് ആ ചോദ്യം വരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? സിലബസ് എന്താണെന്ന് അറിയണം അല്ലേ? സിലബസ് എന്താണ്, അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. അത് നമ്മളങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയാവോ? നമ്മൾ ആ സിലബസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു PSC കൊടുക്കുന്ന ഒരു പാരഗ്രാഫ്, ഇത്രയുള്ളൊരു പാരഗ്രാഫായിട്ടാണ് സിലബസ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രം നമ്മൾ വായിക്കുന്നു. അയ്യോ ഇത് സിലബസിന് പുറത്തല്ലേ, അല്ലെങ്കിൽ ഇത് സിലബസിൻ്റെ വെളിയിലുള്ളതല്ലേ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ചെയ്യാനുള്ള എന്താണ്, സിലബസിനെ കൃത്യമായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കണം സിലബസിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC കൊടുത്തിട്ടുള്ള സിലബസ് ഞാനിവിടെ കൊടുക്കുന്നില്ല. പകരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ഏത് രീതിയിലുള്ള പഠനമാണ് നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ടോപ്പിക്കുകളായിട്ട്, ആ സിലബസിനെ ടോപ്പിക്കുകളായിട്ടും അതുപോലെ തന്നെ സബ് ടോപ്പിക്കുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള ടോപ്പിക്കുകൾ, മേജർ ടോപ്പിക്കുകളും അതിനകത്ത് പഠിക്കാനുള്ള സബ് ടോപ്പിക്കുകളും. മനസ്സിലായല്ലോ? അതാ നിങ്ങളിതാ വീണ്ടും തന്നെ പറയുന്നു, എക്കണോമിക്സ് പേടി സ്വപ്നമാണ്, എക്കണോമിക്സ് ബുദ്ധിമുട്ടാണ്. വേണ്ട, നമ്മളിത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു അവസരം കൊടുക്കൂ. എക്കണോമിക്സിൻ്റെ അവസരം നമ്മൾ പറയാറില്ല, എല്ലാത്തിനും ഒരു അവസരം കൊടുക്കൂ, കുറച്ച് സമയം കൊടുക്കൂ. എന്നിട്ട് നിങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ടോ നോക്കിയേ. കുറച്ച് സമയം കൊടുക്കുക, നിങ്ങൾ അപ്പോഴും പേടിപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൊടുക്കുക. മനസ്സിലായല്ലോ? അതായത് കുറച്ച് ദിവസം നിങ്ങൾ നോക്കുക ബുദ്ധിമുട്ടാണോ അല്ലേ എന്നുള്ള, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേടിയാണോ അല്ലേ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം കുറച്ച് സമയം കൊടുക്കുക, എല്ലാത്തിനും വളരെ പതുക്കെ സമയം കൊടുത്ത് പതുക്കെ നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് തൊട്ടടുത്ത ആളിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളതല്ല നോക്കാനുള്ളത്. മുന്നേ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പഠിച്ച് 2-3 ക്ലാസ് ആയിട്ടും ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകുന്നു. അതൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ? കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ പഠിച്ചതിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചോദ്യം എനിക്ക് ശരിയാകുന്നുണ്ട്. പതുക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ശരി, അപ്പോൾ സിലബസ് നമുക്ക് നോക്കാം. സിലബസ് വന്നോ എന്ന് ചോദിച്ചാൽ കുറേ കാലങ്ങളായിട്ട് PSC ഡിഗ്രി പ്രിലിമിനറിക്ക് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള സിലബസ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. എന്തായാലും അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരുന്നതിനപ്പോൾ ഈ ഒരു സിലബസ് തന്നെയാണ് വരാനുള്ള സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞു 99% സാധ്യത. ഇനി 1% എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് തന്നെ. ഇതാണ് ബേസിക്സ് എന്ന് പറയുന്നത് എന്താ, എക്കണോമിക്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചങ്ങ് ഇരിക്കുമോ? ഇല്ല. കാരണം ഇതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ താഴെ പറയുന്ന ഒരു ആക്ടിവിറ്റി ഏത് സെക്ടറിനകത്താണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ കാണാറില്ലേ? ഏത് സെക്ടറിനകത്താണ് കൺസ്ട്രക്ഷൻ, ഏത് സെക്ടറിനകത്താണ് ഈ പറയുന്ന പോലെ ബാങ്കിങ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സെക്ടേഴ്സിനെ പറ്റി പഠിക്കുക. അതുപോലെ തന്നെ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടറുകൾ, എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ. മനസ്സിലായോ? എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എന്താണ് എക്കണോമിക്സ് എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം. പലതരത്തിലുള്ള എക്കണോമിക്സ്, അതിനെപ്പറ്റി വേണമെങ്കിൽ ചോദിച്ചുകൂടെ? ക്യാപിറ്റലിസ്റ്റ്, മുതലാളിത്തം, സോഷ്യലിസ്റ്റ്, അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ, അതിനെപ്പറ്റി ചോദിക്കാം. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, PSC 2-3 തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. അത് നിങ്ങൾ ആ ഒരു ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആണ്. അതെ, അതിനകത്ത് പല ഡെഫിനിഷനുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്താണ് ഈ ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, JM കെയ്ൻസ് തുടങ്ങിയ അവരെയൊക്കെ പറ്റി നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്കറിയാം മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന 2 തരത്തിലുള്ള എക്കണോമിക്സുകളുണ്ട്. അതെന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നു. അപ്പോൾ ബേസിക് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഞാനൊരു കാര്യം പറയാറുണ്ട്, അതായത് ഇക്കഴിഞ്ഞ 2024 നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഠനം ഒരു UPSC നിലവാരത്തിൽ വേണോ? നമുക്ക് UPSC നിലവാരത്തിലുള്ള പഠനം വേണം. പക്ഷെ പ്രശ്നമെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ പലപ്പോഴും PSC ഒരു UPSC നിലവാരത്തിലോട്ട് പോകാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇതുവരെ PSCക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് സ്റ്റിൽ ചോദ്യങ്ങൾ നമ്മുടെ PSC നിലവാരം തന്നെയാണ്. പക്ഷേ എന്താണ്, നമുക്ക് UPSCക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മളിവിടെ ഉപയോഗിക്കണം. അതിൻ്റെ അർത്ഥം UPSCയിൽ വരുന്ന ചോദ്യങ്ങൾ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ചോദ്യത്തിൻ്റെ നിലവാരം, PSCയുടെ ചോദ്യത്തിൻ്റെ നിലവാരം ഇന്നും UPSC ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ UPSC ചോദ്യങ്ങൾ, UPSC എക്സാമിന് വരുന്ന അതേ ചോദ്യങ്ങൾ ഇവിടെ വരും, അങ്ങനെ നമ്മൾ പേടിക്കേണ്ട. പക്ഷെ ആ ചോദ്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇക്കഴിഞ്ഞ 2024 UPSC സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? 2 ചോദ്യങ്ങൾ. അത് നമ്മുടെ
ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനൊപ്പം ഡിസ്കസ് ചെയ്ത് പോകാൻ കേട്ടോ 2 ചോദ്യങ്ങൾ അത് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ UPSC ചോദിച്ചെങ്കിൽ എന്തുകൊണ്ട് PSC ചോദിച്ചിട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, UPSC ഇവർ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന ദേശീയ വരുമാനം. ഇവിടെ പല ആൾക്കാരും പറഞ്ഞത് അതിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. യെസ്, നിങ്ങൾ പുസ്തകത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ പുസ്തകങ്ങൾ പഠിക്കണമെന്ന്. സിലബസ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഐഡിയ തരിക. മീൻസ് അതായത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം സിലബസ് എന്താണ്, എന്തൊക്കെ പുസ്തകം പഠിക്കണം, എക്കണോമിക്സിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പഠിച്ചു തുടങ്ങുന്നതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. പേടിയുള്ളവർക്ക് പേടി മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ, എന്തൊക്കെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ദേശീയ വരുമാനം പഠിക്കുമ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ടേമുകളാണ് GDP, അതുപോലെ തന്നെ GNP, NNP, NDP തുടങ്ങിയ കാര്യങ്ങളല്ല, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് തുടങ്ങിയ ടെർമിനോളജീസ് എല്ലാം തന്നെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന GDP എന്താണ്, GNP എന്താണ്, NDP എന്താണ്, NNP എന്താണ് ദേശീയ വരുമാനവും GDPയും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നു. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കിക്കോണേ, PSC കുറേ കാലമായിട്ട് ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, അതുപോലെ പേഴ്സണൽ ഇൻകം അല്ലേ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർ കാണാൻ പറ്റും, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടേ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. പിന്നെ പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാവരും കേൾക്കുന്ന 2 ടേമുകളുണ്ടേ, ഗ്രോത്ത്, ഡെവലപ്മെന്റ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? സെയിം ആണോ? ഇത് രണ്ടും സെയിം ആണോ? ഗ്രോത്തും ഡെവലപ്മെന്റും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ അല്ലെ. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇന്ത്യയുടെ പേര് പറയാറുണ്ട്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതേസമയം ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യം എന്ന് പറയാറുണ്ടോ? ഇന്ത്യ ഒരു വികസിത രാജ്യമാണ്. എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യം, ജീവിത നിലവാരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, മികച്ച അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇന്ത്യ മുന്നിൽ നിൽക്കുന്നു. ആണോ? ഇല്ല. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അതായത് സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയവയെ പറ്റിയേ പറയാറുള്ളൂ. അപ്പോൾ എന്തൊക്കെയോ വ്യത്യാസമുണ്ട് അല്ലേ. ഗ്രോത്ത് എന്ന് പറയുന്ന വളർച്ചയിലും ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വികസനത്തിലും എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് നമ്മൾ ദേശീയ വരുമാനം പഠിച്ച് കഴിയുന്ന സമയത്ത്, അതെ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ദേശീയ വരുമാനം പഠിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയും. വ്യത്യാസം എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ടേംസ്, ഇത്തരത്തിലുള്ള ടെർമിനോളജീസ് എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. കാരണം PSC ഏത് രീതിയിലാണ് നാഷണൽ ഇൻകത്തിനകത്ത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ദേശീയ വരുമാനം എന്നൊരു ഹെഡിങ് മാത്രമേ നമ്മുടെ സിലബസിനകത്ത് പറയുന്നുള്ളൂ. ദേശീയ വരുമാനം. അപ്പോൾ ഇപ്പോൾ ഗ്രോത്തിനെ പറ്റിയും ഡെവലപ്മെന്റിനെ പറ്റി ഒരു ചോദ്യം വന്നു. അപ്പോൾ ഇത് ഔട്ട് ഓഫ് സിലബസ് അല്ലേ എന്ന് പറഞ്ഞാൽ അല്ല. കാരണം ദേശീയ വരുമാനം പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുള്ള ഒരാൾ ഉറപ്പായിട്ടും അറിയാനുള്ള ഒരു കാര്യമാണ് എന്താണ് ഗ്രോത്ത്, എന്താണ് റിസഷൻ, എന്താണ് ഡിപ്രഷൻ, എന്താണ് സ്ലോ ഡൗൺ, എന്താണ് റിക്കവറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദേശീയ വരുമാനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സബ് ടോപ്പിക്കുകളായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്, നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി കേട്ടോ. അതായത് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ക്വാളിറ്റി, അത്തരത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി പറയാത്ത എന്താ, ഒരുപാട് ആൾക്കാർ ഇത് ഈ നാഷണൽ ഇൻകത്തിനെ പറ്റി പഠിച്ചിട്ടില്ല. നമുക്ക് ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ നമുക്ക് നോക്കിപ്പോം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ഒരു PSC പഠിച്ചു തുടങ്ങുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണ് പ്ലാനിങ്, ആസൂത്രണം അല്ലേ. നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് ആസൂത്രണം. ആണല്ലോ. ആസൂത്രണം, നമ്മളൊരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കുന്നു. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആസൂത്രണം ചെയ്യാറുണ്ട്. ഇപ്പോൾ PSCക്ക് പഠിക്കുമ്പോൾ ആസൂത്രണം ചെയ്യാറുണ്ട്, വീട് വയ്ക്കുമ്പോൾ ആസൂത്രണം ചെയ്യാറുണ്ട്. മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പ്ലാനിങ്. അത് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്നു. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, ലോകത്ത് സമ്പദ് വ്യവസ്ഥകളിൽ നടപ്പിലാക്കുന്നതിനാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്, സാമ്പത്തിക ആസൂത്രണം. മനസ്സിലായോ? സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്.
ഈ എക്കണോമിക് പ്ലാനിങ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ 3ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ അതിന് 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട്. അതിൽ കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗത്തു നിന്നാണ്. ഒന്നാമത്തെ ഭാഗത്തു നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് വരുന്നതെങ്കിലും ഇക്കഴിഞ്ഞ LDC എക്സാമുകൾക്കെല്ലാം തന്നെ ഒന്നാമത്തെ ഭാഗത്തു നിന്ന് ചോദ്യം വരാറുണ്ട്. എന്താണ് ഒന്നാമത്തെ ഭാഗം? ഹിസ്റ്ററി ഓഫ് പ്ലാനിങ്, ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ ചരിത്രം. അതായത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ വരുന്നതിന് മുന്നേ കുറേ ആൾക്കാർ അവരുടേതായിട്ടുള്ള ഐഡിയ മുന്നോട്ട് വെച്ചു. ഇന്ത്യയിൽ ഇങ്ങനെ ആയിരിക്കണം പ്ലാനിങ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ആസൂത്രണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവരുടേതായിട്ടുള്ള ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്കകത്ത് നമ്മൾ നോക്കുന്നത്. അതേസമയം ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പ്ലാനിങ് കമ്മീഷൻ ആൻഡ് 5 ഇയർ പ്ലാൻസ്. പഞ്ചവത്സര പദ്ധതികളും പ്ലാനിങ് കമ്മീഷനെയും പറ്റി പഠിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗമാണ് ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള നീതി ആയോഗ് എന്ന് പറയുന്നത്. കാരണം നീതി ആയോഗ് എപ്പോഴും ചോദ്യങ്ങൾ വരിക. അപ്പോൾ കൂടുതലും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ പോലും ഒന്നാമത്തെ ഭാഗവും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, അതിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പ്ലാനിങ് എന്ന് പറയുന്ന ഏരിയ നോക്കുക. പ്ലാനിങ് എന്ന് പറയുന്ന ഏരിയ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് നോക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങളെ പറ്റി അല്ലേ. സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഫൈനാൻഷ്യൽ മാർക്കറ്റ്, സാമ്പത്തിക വിപണി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓഹരി വിപണി അല്ലേ. നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അല്ലേ? ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ പറയുന്ന പോലെ ട്രേഡിംഗ് നടത്തുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാറുണ്ട് അല്ലേ. ഞാൻ ട്രേഡിംഗ് നടത്താറുണ്ട്, ഞാൻ ട്രേഡിംഗ് നടത്തി ഇത്ര രൂപ ലാഭം നേടി, എൻ്റെ പൈസ മുഴുവൻ പോയി, ഞാൻ മുടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാരൊക്കെ റീൽസൊക്കെ നമ്മൾ കാണാറില്ലേ. നമ്മൾ ഉപദേശിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ എനിക്ക് മാത്രമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് അറിയില്ല. യെസ്, നിങ്ങൾ കാണാറില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വരാറില്ലേ അത്തരത്തിലുള്ള റീലുകൾ? യെസ്, വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പം നോക്കിയേ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അപ്പം നോക്കി, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കാണാറില്ലേ? ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ്ട, പരസ്യം കാണാറില്ലേ? എന്താണ് സച്ചിൻ വന്നിട്ടും ധോണി വന്നിട്ടും പറയുന്നത്? എന്താ പറയുന്നത്? മ്യൂച്വൽ ഫണ്ട് സഹി ഹേ, മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇട്ടുള്ള ഒരു കുഴപ്പമില്ല, കാരണം നമ്മളല്ലേ പൈസ ഇടുന്നത്, അവരല്ലേ പൈസ ഇടുന്നത്. പക്ഷെ അവസാനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മ്യൂച്വൽ ഫണ്ടിന്റെ പരസ്യം കഴിഞ്ഞിട്ട് ആർക്കും കേൾക്കാൻ പറ്റാത്ത കുറെ വേഗത്തിൽ ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകും. എന്താ? മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എന്താണ് വിപണി നഷ്ടസാധ്യതകൾക്ക് വിധേയം, അങ്ങനെ എന്ത് പറഞ്ഞിട്ട് പോകില്ല. അത് ആർക്കും കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ അത് നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ജംഗ്ലി റമ്മി കളിക്കുക, അത് വേറെ, അതിവിടെ ആയിട്ട് ബന്ധമില്ല കേട്ടോ. ജംഗ്ലി റമ്മി കളിക്കൂ എന്ന് പറയുന്നില്ല, അത് വേറെയാണ് കേട്ടോ, അത് വേറെ. അത് ഈ പറയുന്ന സാമ്പത്തിക വിപണിയായിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ധനകാര്യ വിപണിക്കകത്ത് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓഹരി വിപണി, അതിനകത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, നമ്മൾ സ്കാം 1992 സീരീസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ടുണ്ടോ? ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഉണ്ടോ? ആ സിനിമയ്ക്കകത്ത് ഈ ഒരു ഓഹരി വിപണിയുടെ സ്കാമിനെ പറ്റി പറയുന്നുണ്ട്. സ്കാം 1992 സീരീസിനകത്ത് പറയുന്നുണ്ട് അല്ലേ. യെസ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ മീൻസ് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ്, ഓഹരി വിപണി, എവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റി അറിയാൻ പറ്റും. ഓക്കെ, ലക്കി ഭാസ്കർ ഉണ്ടാവും, കങ്കു എന്നും കാണണ്ട, അതിനകത്ത് ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നോക്കിയേ, ഇനി അടുത്ത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ പഠിക്കണം നമുക്ക്. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പലതരത്തിലുള്ള ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഗ്രാമീണ ബാങ്കുകൾ, അത്തരത്തിലുള്ള പല ബാങ്കുകളെ പറ്റി പറയാറുണ്ട്. ഡെവലപ്മെന്റ് ബാങ്ക്, യെസ്, അങ്ങനെ ഒരുപാട് ബാങ്കുകളെ പറ്റി നമ്മൾ പറയാറുണ്ട് അല്ലേ. എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഇസാഫിനെ പറ്റി അറിയാവോ? ഇസാഫിൽ ആർക്കെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? ഇസാഫിൽ അക്കൗണ്ട് ഉള്ള ആരൊക്കെയുണ്ട്? ഇസാഫ് എന്ന് പറയുന്ന ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസാഫിൽ അക്കൗണ്ട് ഉള്ള ആരൊക്കെയുണ്ട്? ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ബാങ്കിനെ പറ്റി നമ്മൾ കേട്ടിട്ടേ ഇല്ല. യെസ്, അക്കൗണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ബാങ്കാ? ഇസാഫിൽ അക്കൗണ്ട് ഉള്ളവരെന്ന് പറഞ്ഞത് എന്ത് ബാങ്കാണ്? അങ്ങനെയൊന്നും ചോദിക്കരുത്, പക്ഷെ അവിടെ ഒരു ബാങ്ക് ഉണ്ട്, നമുക്ക് അവിടെ അക്കൗണ്ടും ഉണ്ട്. പറഞ്ഞോ, സീനാണെന്നോ? എന്ത് ഇസാഫോ? ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഞാൻ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്കൗണ്ട് പൂട്ടിയേ. എന്ത് തരം ബാങ്കാണ്? അക്കൗണ്ട് ഉള്ള ആൾക്കാർ പറഞ്ഞേ. പോക്കാണോ ബാങ്കെന്നോ? അല്ല, യെസ്, പോക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരാൾ മാത്രമേ ഇവിടെ പറഞ്ഞേ, 3 പേര് പറഞ്ഞു. അതെ, യെസ്, സ്മോൾ ഫൈനാൻസ് ബാങ്ക്. വീട്ടുകാർക്കുണ്ടെന്നോ സ്മോൾ ഫൈനാൻസ് ബാങ്ക്?
അത് മോശം ബാങ്ക് ആയതുകൊണ്ടല്ല കേട്ടോ ചോദിച്ചത്. അത് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയിൽ വരുന്ന ബാങ്കാണ്. നമ്മുടെ എന്താ RBIയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന, RBI റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ Paytm പേയ്മെന്റ് ബാങ്ക് എന്ന് കേട്ടിട്ടില്ലേ, ജിയോ പേയ്മെന്റ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, അത് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന വേറെ കാറ്റഗറി. അങ്ങനെ പല കാറ്റഗറി ഓഫ് ബാങ്കുകൾ ഇന്ത്യയിലുണ്ട്, മനസ്സിലായല്ലോ. ഇനി പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്. ഇനി ഞാൻ അവിടുത്തെ എംപ്ലോയി ആണ്, നോക്കിയേ, യെസ്, എന്നിട്ടാണോ അത് പറയാത്ത എന്താണെന്ന്? അപ്പം നോക്കി, ഇതെന്ന് വെച്ചാൽ എന്താണ്? പേയ്മെന്റ് ബാങ്കാണ്. ഇനി അതുപോലെ ഫോറിൻ ബാങ്ക് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഉണ്ട്. നിങ്ങൾ HSBC എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്ത് ബാങ്കാ HSBC എന്ന് പറയുന്നത്? ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. HSBC എന്ന് പറയുന്ന ബാങ്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെന്ത് ബാങ്കാ? അതെ, ഇസാഫിന്റെ ഫുൾ ഫോം ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. അതെ, ഈ പറയുന്ന HSBC എന്ന് പറയുന്ന ബാങ്ക് ഒരു ഫോറിൻ ബാങ്ക് ആണ്, മനസ്സിലായോ? അത് ഫോറിൻ ബാങ്ക് എന്ന് വെച്ചാൽ എന്താ? വിദേശത്ത് ആസ്ഥാനമുണ്ട്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഇങ്ങനെ പലതരത്തിലുള്ള ബാങ്കുകളുണ്ട്. അതിനെയൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ബാങ്കുകളാണെന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലായല്ലോ. ഞാൻ മാത്രമാണോ ഇതൊന്നും കേൾക്കാത്ത? HDFC കേട്ടിട്ടുണ്ട്. HDFC ഇന്ത്യയുടെ ഉള്ള ബാങ്കാണ്. യെസ്, ഇനി അടുത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇവിടെ നമ്മൾ സെബീനെയൊക്കെ പറ്റി പഠിക്കുന്നത്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളെയൊക്കെ പറ്റി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് RBIനെ പറ്റി പഠിക്കണം. RBI ആണ്. ഒരു സ്റ്റാർ അല്ല, ഇത് വേറെ എന്തോ ആയിപ്പോയി. സ്റ്റാർ ഇടാൻ കാരണം എന്താ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിന്ന് ഒരുപാട് തവണ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്, കോൺസെപ്ച്വൽ ചോദ്യങ്ങളാണ്. RBIയുടെ ഫങ്ഷൻസിനകത്ത് മോണിറ്ററി പോളിസി വരുന്നു. അവിടെയാണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? റിപ്പോ, റിവേഴ്സ് റിപ്പോ, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, SDF, MSF, മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ, കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ, റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, ഒരുപാട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ഏരിയക്കകത്ത്, ഈ ഒരു ടോപ്പിക്കിനകത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു VIP ആണ്, RBI എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. RBIയും RBIയുടെ ഫങ്ഷൻസ് നമ്മൾ നോക്കുന്നു, മോണിറ്ററി പോളിസി നോക്കുന്നു. അതിനുവേണ്ടി എന്തിനാണ് ഈ മോണിറ്ററി പോളിസി? ഇതിനൊപ്പം നമ്മൾ ചെറിയ കാര്യവും കൂടി നോക്കുന്നു. അതിൻ്റെ പേരാണ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? സാധനങ്ങളുടെ വിലയൊക്കെ കൂടുന്നില്ലേ? അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. പണപ്പെരുപ്പം, വിലക്കയറ്റം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ വക സാധനങ്ങളെല്ലാം ഇവിടെ നോക്കണം. അത് മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ഒരു അവസരം ഞാനവിടെ തരത്തില്ല. മനസ്സിലാക്കി തന്നെ പോകണം. കാണാതെ ഞാൻ പഠിക്കുന്നു. ഇൻഫ്ലേഷൻ വരുമ്പോൾ CRR കൂട്ടും, അതിനെന്താ ഡൗട്ട്? എക്സാമിന് ഇൻഫ്ലേഷൻ വരുമ്പോൾ CRR കുറയ്ക്കും. അതാണ് നമ്മൾ കറപ്പിക്കാൻ പോകുന്നത്, മനസ്സിലായല്ലോ. അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷനാണ്. എക്സാമിന് എത്തുമ്പോൾ കൂട്ടണോ കുറയ്ക്കണോ, അവസാനം എണ്ണി പിരിക്കും. ഇങ്കി പിങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എണ്ണി പിരിക്കും. അങ്ങനത്തെ അവസ്ഥ വേണ്ട. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. ഓക്കെ, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തെന്താണ്? ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, നികുതി സംവിധാനത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നു, മനസ്സിലായോ? നികുതി എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? നികുതി ഒരു നല്ല കാര്യമാണോ? എൻ്റെ ഒരു ചോദ്യമാണ്. നികുതി എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? ഗവൺമെൻറ് നികുതി ഏർപ്പെടുത്തുന്ന നല്ല കാര്യമാണോ? അല്ല എന്ന് ഞാൻ ചുമ്മാ ചോദിച്ചാണ് കേട്ടോ. നികുതി ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഗവൺമെൻറ്റിന് പിന്നെ എവിടെ നിന്ന് വരുമാനം കിട്ടും? ഗവൺമെൻറ്റിന് വരുമാനം കിട്ടിയില്ലെങ്കിൽ ഈ റോഡ് ആര് പണിയും? ഈ ആശുപത്രികൾ ആര് പണിയും? അതുപോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് പണിയും? പാവപ്പെട്ടവർക്ക് ആര് സഹായം കൊടുക്കും? പെൻഷൻ ആര് കൊടുക്കും? അപ്പോൾ ഗവൺമെൻറ് ഉണ്ട്, നികുതിയുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ അത് കണക്കാണ് എന്താ ഈ പറയുന്ന പോലെ നികുതി നമുക്ക് ആവശ്യമാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. നികുതി എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല, എനിക്ക് നികുതി അടയ്ക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല, ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന സംഗതിയാണോ നികുതി? എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമല്ല കേട്ടോ നികുതി. ഞാൻ ഈ നികുതി സമ്പ്രദായത്തിനെതിരാണ്. അതെ, തേങ്ങയിൽ ആര് വെള്ളം നിറയ്ക്കുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഈ വക സാധനങ്ങളൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നികുതിയുണ്ട്. അപ്പം നോക്കി, ഈ പറയുന്ന പോലെ എന്താണ്, നമുക്ക് ഈ ഒരു നികുതി നമുക്ക് അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. നികുതി എന്ന് പറയുന്നത് കമ്പൽസറി ആൻഡ് ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ്, മനസ്സിലായോ? നികുതി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്ന സംഗതിയാണ് നികുതി എന്ന് പറയുന്നത്. പബ്ലിക് റവന്യൂവിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഗവൺമെന്റിന്റെ വരുമാനം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നികുതി വരുമാനം,
ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ. നികുതി ഇതര വരുമാനം അല്ലേ? നികുതി വരുമാനമുണ്ട്, നികുതി ഇതര വരുമാനമുണ്ട്. നികുതി എന്ന് പറയുമ്പോൾ GST, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ പ്രോപ്പർട്ടി ടാക്സ്, ലാൻഡ് ടാക്സ്, പല നികുതികളും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നികുതി അല്ലാതെ ഗവൺമെന്റിന് എങ്ങനെ വരുമാനം കിട്ടാം? ഉദാഹരണം പറയാമോ? നികുതി അല്ലാതെ എന്തെങ്കിലും വരുമാനം കിട്ടാം? യെസ്, നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയണ്ട. ഞാൻ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അഭിമാനത്തോടുകൂടി പറയുന്നതല്ല, പക്ഷെ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് ഗവൺമെന്റിന് നികുതി അല്ലാത്ത വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്ന സമയത്ത്, തുടങ്ങിയ സമയങ്ങളിലൊക്കെ എന്താണ്, നിങ്ങൾ കോവിഡ് സമയത്ത് മാസ്ക് ഇല്ലാതിരിക്കുമ്പോൾ അപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അല്ലേ? നോൺ ടാക്സ് റവന്യൂ, ഗവൺമെന്റിന് നികുതി ഇതര വരുമാനം നിങ്ങൾ കൊടുക്കാറില്ലേ? നിങ്ങൾ ആരും കൊടുത്തിട്ടില്ലേ? ഞാൻ മാത്രമാണോ ഇവിടെ ഈ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്? എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീസൻ്റ് നടിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതെ, ഓവർ സ്പീഡ്, ഞാൻ ഓവർ സ്പീഡൊന്നും കൊടുത്തില്ല കേട്ടോ, അതെല്ലാം ഞാൻ ഡീസൻ്റ് ആണ്. ഈ പറയുന്ന പോലെ അറിയാതെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഹെൽമെറ്റ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി, സീറ്റ് ബെൽറ്റ് അറിയാതെ ഊരിപ്പോയി, അങ്ങനത്തെ സിറ്റുവേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. പൊല്യൂഷൻ കറക്റ്റാണ്. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കൊടുത്തു, വളരെ നല്ല കാര്യം. ഇതുവരെ ഇല്ല. ഞാൻ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ നടക്കുമെന്നോ? അതൊന്നും വേണ്ട കേട്ടോ. അന്നം സ്കൂട്ടർ ഓടിക്കുന്നെങ്കിൽ മാത്രം മതി 2 ടൈംസ് ഹെൽമെറ്റിന്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഗവൺമെന്റ് ഇതുപോലെ നികുതി ഇതര വരുമാനം കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നോക്കി, നികുതി ഇതര വരുമാനത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. നികുതി വരുമാനമുണ്ട്, നികുതി ഇതര വരുമാനമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നികുതി ഇതര വരുമാനം, നികുതി വരുമാനം. അപ്പോൾ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് നികുതി വരുമാനമാണ് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ള ഒരു വലിയ ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷ നികുതി എന്താണെന്ന് അറിയാം, നിങ്ങൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നു. പരോക്ഷ നികുതി വേറെ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കുന്നു. അതെന്താ സംഗതി? അതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇൻകം ടാക്സ്, GST തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എന്താണെന്നുള്ള നികുതി പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. GST വലിയൊരു സംഭവം അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST എന്താണ്? GST എന്തിനു കൊണ്ടുവന്നു? GSTയുടെ ഗുണം, GSTയുടെ ദോഷം, പലതരത്തിലുള്ള GST, CGST, SGST, IGST, UTGST തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം. GST കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കണം, GST കൗൺസിൽ എന്താണെന്ന് നോക്കണം, GST നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കണം, GST ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ബാക്കിയെല്ലാം നമുക്ക് വരുന്ന സമയത്ത് ക്ലാസ്സിലും നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, സെസ്, സർചാർജ് ഒക്കെ എന്താണെന്നോ, അഡീഷണൽ ആയിട്ടുള്ള നികുതി, അത് നമുക്ക് നോക്കാം. സെസ്, സർചാർജ് എന്താണ്, നികുതി വെട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ അല്ലേ? അതൊക്കെ നൈസാണ്. അതെ, നിങ്ങൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നൈസായിട്ട് വേഗത്തിൽ കാര്യങ്ങൾ അങ്ങ് തീർത്തു പോകാം. ഇനി ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ബജറ്റ്? നമ്മളൊക്കെ ഒരു വർഷം, അത് വരാൻ പോകുന്ന മാസത്തേക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത്ര രൂപ ചെലവ്, ഇത്ര രൂപ വരുമാനവും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിലും ഗവൺമെൻറ് പ്ലാൻ ചെയ്യാറുണ്ട്. അതിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ? ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫെബ്രുവരി 1-ാം തീയതി കണ്ടിട്ടുണ്ടോ? ബജറ്റ് സ്പീച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബജറ്റിൻ്റെ അന്ന് വാർത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ നിർമ്മല ജി, കേന്ദ്ര ധനകാര്യമന്ത്രി, പുള്ളിക്കാരി ലോക്സഭയിൽ നിന്നിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് കാണാറുണ്ടോ? ബോറടിക്കോ? ഉറങ്ങിപ്പോയോ? കേൾക്കാറില്ലേ? അന്ന് രാവിലെ ഭയങ്കര രസമാണ്. വാർത്താ ചാനലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുന്ന സമയത്ത് നിർമ്മല സീതാരാമൻ്റെ വീടിൻ്റെ ഡോർ അവർ തുറക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ കാണുന്നത് ഈ പറയുന്ന മാധ്യമങ്ങൾ ക്യാമറയും കൊണ്ട് നിൽക്കുന്നതാണ്. തലേ ദിവസം അവരെ നിർമ്മല സീതാരാമനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത മാധ്യമങ്ങളാണ് ഫെബ്രുവരി 1-ാം തീയതി ക്യാമറയും കൊണ്ട് വീടിൻ്റെ ഫ്രണ്ട് നിൽക്കും. എന്തിനാ? ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ദിവസമാണ്. എന്നിട്ട് ക്യാമറ നിർമ്മല സീതാരാമനെ വീട് തൊട്ട് ലോക്സഭ വരെ ഫോളോ ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ല? ഇപ്പോഴത്തെ ഒരു വാർത്താ ചാനലുകളുടെ ഒരു പ്രത്യേകതയാണ്. ഓഫീസ് മുതൽ വീട് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ നമ്മുടെ ലോക്സഭ വരെ ഫോളോ ചെയ്യും. നോക്കൂ, ഇതാ നിർമ്മല സീതാരാമൻ വേഗത്തിൽ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട്. അവർ ലോക്സഭയിലോട്ടാണ് പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെത്തിയിട്ട് വേണം ബജറ്റ് എന്താണെന്ന് അറിയാൻ. അവർ ബജറ്റ് അവതരിപ്പിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. പക്ഷേ എന്താണ്, അവർ ഈ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ ഫോളോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കാണാറില്ല? ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇപ്പം സ്ഥിരമായിട്ട് വാർത്തകളിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ ഒരു പരിപാടി നടക്കുന്ന, ബജറ്റിംഗ്. അത് ഏതിനകത്താണ് നടക്കുന്നത്? ഫിസ്ക്കൽ പോളിസിക്കകത്താണ് നടക്കുന്നത്. ഫിസ്ക്കൽ പോളിസി. റിസർവ് ബാങ്ക് പുറത്തുവിടുന്ന ഒരു നയമാണ് മോണിറ്ററി പോളിസി. നമുക്കറിയാം RBI പുറത്തുവിടുന്നതാണ് മോണിറ്ററി പോളിസി അല്ലേ? മോണിറ്ററി പോളിസി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് പുറത്തുവിടുന്ന നയമാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ അല്ല, ഫിസ്ക്കൽ പോളിസി അല്ലേ? അപ്പൊ നോക്കിയേ, ഈ പറയുന്ന പോലെ കൃഷ്ണേന്ദു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ എന്താണ്?
നമ്മുടെ രാജ്യത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ആൻസർ പറയാം. നമ്മുടെ രാജ്യത്ത് ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ രാജ്യത്ത് പണം, മുഴുവൻ പണവും, അതിനകത്ത് നോട്ടും കോയിനുകളും തുടങ്ങിയ മുഴുവൻ പണവും അടിച്ചിറക്കാനുള്ള കുത്തക, പ്രിന്റ് ചെയ്തിറക്കാനുള്ള കുത്തക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ശരിയോ തെറ്റോ? നമ്മുടെ രാജ്യത്ത് ഉള്ള മുഴുവൻ പണവും പ്രിന്റ് ചെയ്യാനുള്ള കുത്തക ആർ ബി ഐക്കാണ്. ശരിയോ തെറ്റോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. യെസ്, നോ പറഞ്ഞ ആൾക്കാരോട് ചോദിച്ചിട്ട് പിന്നെ ആർക്കാ? നമുക്ക് പ്രിന്റ് ചെയ്യാമോ? നമുക്ക് ഇഷ്ടമുള്ള പൈസ, എനിക്കിപ്പോൾ ഒരു 100 രൂപ വേണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? പ്രിന്റ് ചെയ്യാം, പക്ഷേ അത് നിയമപരമല്ല, അത് രാജ്യദ്രോഹ കുറ്റമാണ്. പിന്നെ ആർക്ക് പറ്റും? യെസ്, അതായത് നമ്മുടെ രാജ്യത്ത് പണം പ്രിന്റ് ചെയ്യുന്ന ആർ ബി ആണ്. ശരിയാണ്, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ കുത്തക അവർക്കില്ല. കാരണം 1 രൂപ നോട്ടും എല്ലാ കോയിനുകളും അടിച്ചിറക്കുന്നത് ആരാണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയമാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മൾ പഠിക്കും. 1 രൂപ നോട്ടും കോയിനുകളും പ്രിന്റ് ചെയ്യുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. ബാക്കി എല്ലാ നോട്ടുകളും അടിച്ചിറക്കുന്ന ആർ ബി ഐ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ 1 രൂപ നോട്ടും കോയിനുകളും കൊണ്ട് വലിയ വലിയ ബിസിനസ്സുകളൊക്കെ വളരുന്നുണ്ടോ? ഇല്ല. 1 രൂപ നോട്ടും കോയിനുകളും അത്രത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ടതല്ല. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആർ ബി ഐ തന്നെയാണ് കാശ് നിയന്ത്രിക്കുന്ന സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഈ കാശ് നിയന്ത്രിക്കാൻ അവരിറക്കുന്ന നയമാണ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം. മനസ്സിലായോ? അപ്പൊ പണം അടിച്ചിറക്കുന്ന ആർ ബി ഐ. നമ്മുടെ രാജ്യത്ത് പണം അടിച്ചിറക്കുന്നത്, പണം പ്രിന്റ് ചെയ്യുന്നത് ആർ ബി ഐ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണം നിയന്ത്രിക്കാനുള്ള അധികാരവും ആർ ബി ഐക്കാണ്. അവർ പണം നിയന്ത്രിക്കുന്നത് പണനയത്തിലൂടെയാണ്, മോണിറ്ററി പോളിസിയിലൂടെയാണ്. പറഞ്ഞ മനസ്സിലായോ? നോട്ട് അടിച്ചിറക്കുന്നു. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലോ അതിന്? യെസ്. അപ്പോൾ 1 രൂപ നോട്ടും കോയിനുകളും അടിച്ചിറക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് അവരുടെ ധനം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ധനം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ധനം, അതായത് പബ്ലിക് ഫൈനാൻസ് എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റിന്റെ വരുമാനം, ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റിന്റെ കടം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പബ്ലിക് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ഗവൺമെന്റിന്റെ വരുമാനം, ഗവൺമെന്റിന്റെ ചെലവുകൾ, ഗവൺമെന്റിന്റെ കടം, ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് ഫൈനാൻസ്, പൊതു ധനകാര്യത്തിനകത്ത് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് പുറത്തിറക്കുന്ന നയമാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം. മനസ്സിലായോ? ഗവൺമെന്റിന്റെ ധനകാര്യവുമായി ബന്ധപ്പെട്ട നയമാണ് ധനനയം. ധനനയം ഗവൺമെന്റ് ആണെങ്കിൽ പണനയം ആർ ബി ഐ. മോണിറ്ററി പോളിസി വിച്ച് ഇസ് റിലേറ്റഡ് ടു മണി ആർ ബി ഐ ആണ് അനൗൺസ് ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസി റിലേറ്റഡ് ടു പബ്ലിക് ഫൈനാൻസ് അനൗൺസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഡൗട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ആ ഫിസ്ക്കൽ പോളിസിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് നോക്കണം മറ്റൊരു കാര്യം, ഡെഫിസിറ്റുകൾ. പലതരത്തിലുള്ള ഡെഫിസിറ്റുകളെ പറ്റി ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഫിസിറ്റുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? ഡെഫിസിറ്റുകളെ പറ്റി നമ്മൾ അറിയണം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവസാനം CA പോർഷൻ, അതിനകത്ത് ബജറ്റ്. നമ്മൾ വെടിക്കെട്ടോടുകൂടി ഉത്സവമൊക്കെ അവസാനിക്കുന്ന പോലെ ഏറ്റവും അവസാനം ബജറ്റും കറണ്ട് അഫയേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള, സിലബസിനകത്ത് നോക്കാനുള്ള. ഡൗട്ട് ഉണ്ടോ? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണോ സിലബസ് എന്ന് പറയുന്നത്? സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന, നമ്മളെ പഠിക്കാൻ അനുവദിക്കാത്ത, നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത സിലബസ് ഒക്കെയാണോ ഇതിനകത്തുള്ളത്? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എളുപ്പമല്ലേ സിലബസ്? അല്ലേ? ഓക്കെ. എളുപ്പമെന്ന് പറയുന്ന ആരുമില്ലേ? ഭയങ്കര സിമ്പിളാണ്, കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. യെസ്, സിലബസ് ഈസി, അത്രയേ ഉള്ളൂ. സിലബസ് ഈസി ആണെങ്കിൽ ബാക്കിയെല്ലാം തന്നെ ഈസി ആയിരിക്കും. അതെന്താ ഒരുപാട് ആൾക്കാർ മറുപടി തരാത്തെ? സിലബസ് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി അടിപൊളി, അത്രയേ ഉള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി അടിപൊളിയാക്കിയിട്ട് തന്നെ നമുക്ക് പോകും. ഇപ്പം കോൺഫിഡൻ്റ് ആയി. ശരി, നല്ല കാര്യം. സെറ്റാകും. നിസ്സാരം, ഇത് ചെറുത്. ഓക്കെ, ശരി ശരി ശരി. പണ്ട് മുതൽ എനിക്ക് സിലബസ് എല്ലാം ഈസിയാണ്, പക്ഷെ പരീക്ഷയാണ് പാടുന്നല്ലേ. ഇനി ഞാൻ കൂടുതൽ നിങ്ങളത് ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങളിത് വളരെ സിമ്പിളാക്കി കളയും. അത്രയും സിമ്പിളാക്കേണ്ട, കുറച്ചൊക്കെ സീരിയസ്നെസ്സോടുകൂടി സിലബസ് മനസ്സിലാക്കുക. അതായത് സിലബസിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള പിടികിട്ടി. ഇനി നമ്മൾ പഠനം ഇതേ രീതിയിൽ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. സിമ്പിളല്ല, കുറച്ച് സീരിയസ് ആയിട്ട് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതിനു മുന്നേ
ഈ ബ്ലാങ്ക് പേജ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ റിസോഴ്സസ് യൂസ് ചെയ്യാം, വിഭവങ്ങൾ, റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്ത് പഠിക്കാം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കിളി പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു കിളിയും പോകത്തില്ല, പറന്ന കിളിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ഈ ഒരു എക്കണോമിക് സെഷൻസിൻ്റെ ഉദ്ദേശം. അപ്പോൾ റിസോഴ്സസ് എന്തൊക്കെ നോക്കി പഠിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ക്ലാസ് കാണണം, ക്ലാസ് കാണാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ. ലൈവ് കാണാൻ പറ്റുന്നവർ ലൈവ് കാണുക, റെക്കോർഡ് കാണാൻ പറ്റുന്നവർ റെക്കോർഡ് കാണുക. പരമാവധി ലൈവ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി പറഞ്ഞിട്ട് പോവാം. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലായിരിക്കും സ്ലൈഡ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്നത് രണ്ട് ബൈലിംഗുലും ആയിരിക്കും. അതായത് ഈ പറയുന്ന പോലെ രണ്ട് ഭാഷകളിലും ക്ലാസ് മീൻസ് സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും. പറഞ്ഞാൽ ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അതെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം? ഒന്നാമത് നിങ്ങൾ ക്ലാസ് കാണുക, പ്ലസ് നോട്ട്സ് യൂസ് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വെക്കാബ്സ് വീഡിയോയിൽ നിന്ന് തരുന്ന ക്ലാസ് കാണുക, അതിനൊപ്പം തന്നെ നോട്ട് വായിച്ചു നോക്കുക. അത് നിങ്ങൾ ആദ്യം ചെയ്യണം. അത്രയും ചെയ്യാൻ പറ്റുമല്ലോ. അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് SCERT പാഠപുസ്തകങ്ങൾ പ്ലസ് NCERT പാഠപുസ്തകങ്ങൾ വായിക്കുന്നത്. ഇത് വായിക്കാത്ത ഒരാളെക്കാളും നിങ്ങൾക്ക് കൂടുതൽ റാങ്ക് കിട്ടാൻ അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ നിങ്ങളെ സഹായിച്ചേക്കാം. പറഞ്ഞ മനസ്സിലായി? നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എടുക്കുന്നത് ഈ ഒരു SCERT NCERT പാഠപുസ്തകങ്ങൾക്കകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും നിങ്ങളത് വായിക്കുന്ന സമയത്ത് ക്ലാസ് കേൾക്കുന്നതിനേക്കാളും ചിലപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഒരു സാധനം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു പേജിൽ ഇവിടെ കിടപ്പുണ്ട് എന്നൊരു ഐഡിയ കിട്ടി ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ആൻസർ ശരിയാകാം, ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT SCERT വായിക്കുന്നത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വായിക്കാത്തവരെക്കാളും ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാകും. SCERT എന്ന് പറയുമ്പോൾ 6 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളും NCERT എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അവിടെ എല്ലാം വേണ്ട, അതിൽ ആവശ്യമുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പിന്നീട്. 12th സ്റ്റാൻഡേർഡിലെ മൈക്രോ മാക്രോ എന്ന് പറയുന്ന 2 ടെക്സ്റ്റ് ബുക്കുണ്ട്, അതിൽ മാക്രോ മാത്രം മതി. മനസ്സിലായോ? ഇനി ഞാനൊരു നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ SCERT NCERTയുടെ ക്ലാസ്സുകളായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നോട്ടുകളായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇവിടെ മീൻസ് അതായത് ഈ പറയുന്ന പോലെ എന്താ നമ്മുടെ ഒക്കാബ്സ് വീഡിയോ വഴിയോ അല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ NCERT SCERT ക്ലാസ്സുകൾ കാണുകയോ ഓൾറെഡി പഠിച്ചു തുടങ്ങിയോ വേറെ ഏതെങ്കിലും കോഴ്സുകൾ SCERT NCERT കോഴ്സുകൾ അറ്റൻഡ് ഉണ്ടോ? അതിൻ്റെ പഠനം നിങ്ങൾക്ക് ഈ പാരലി നടക്കുന്നുണ്ടോ? അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇതിനൊപ്പം തന്നെ SCERT NCERT പഠനങ്ങൾ നടത്തുന്ന ആരൊക്കെയുണ്ട്? അങ്ങനെ ഉണ്ടോ? നോ, ഇല്ല. ശരി, അല്ല ഞാൻ പറഞ്ഞൊരു റെഗുലറായിട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ ഓരോ ക്ലാസ് ഞാൻ ഒരു സജഷൻ പറയാണ്. നമ്മുടെ എക്കണോമിക്സിൻ്റെ ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു പാഠഭാഗം വായിക്കാൻ വേണ്ടിയിട്ടൊരു ടാസ്ക് ഡെയിലി ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഒരു ടാസ്ക് പോലെ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാം, ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വായിക്കാം. ഡെയിലി ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ പറയും 6ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ വായിച്ചു നോക്കുക. രണ്ട് ചാപ്റ്ററൊക്കെ 2-3 ചാപ്റ്ററൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് തരുമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് അത് വായിച്ചിട്ട് വരിക. അങ്ങനെ ഞാൻ തരാം. അത് വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യും. ഇല്ലാത്തവർക്ക് സ്വന്തമായിട്ട് വായിക്കണം എന്നുള്ളവർക്ക് അത് ചെയ്യാം. ഇന്ന് മുതലല്ല, അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ് ഞാൻ അഥവാ അവസാനം തരാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. മനസ്സിലായോ? ഞാനും അഥവാ ഒരു SCERT പാഠപുസ്തകം വായിക്കാൻ പറഞ്ഞു വിട്ടുപോയി കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കണം. ഇന്നില്ല, അടുത്ത ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽ. ഓക്കെ, ഇനി അടുത്ത NCERT SCERT ഏതൊക്കെ പാഠപുസ്തകങ്ങൾ നമ്മൾ ക്ലിയർ ആവുന്നുണ്ട്. ടോപ്പിക് എടുക്കുന്നതിന് മുൻപ് വായിച്ചു വരുന്നതിന് കൂടുതൽ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഇപ്പോൾ ബാങ്കിങ് അതുപോലുള്ള ഏരിയാസൊക്കെ നാഷണലിനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ചില പാഠഭാഗങ്ങൾ നമ്മൾ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാം. അത് കുഴപ്പമില്ല, അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മുന്നേ വായിച്ചുകൊണ്ട് വരണമെന്ന് യാതൊരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. SCERT NCERT വായിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മുന്നേ വായിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, യെസ്. ഇനി അടുത്ത് ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കുകയാണ് കേട്ടോ. നിങ്ങൾ പഠനത്തിൻ്റെ പാതയിലാണെന്ന് വിചാരിക്കുക. നിങ്ങളെ പാത ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ പഠിക്കുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. NCERT SCERT പാഠപുസ്തകങ്ങളെല്ലാം പഠിക്കുന്നു. നിങ്ങളുടെ പാത ഇതാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു പോവുക. പക്ഷേ PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ വഴി കൂടെയാണ്. PSC ഈ വഴിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ വഴി കൂടെ അങ്ങ് പഠിച്ചു പോകുന്നു. വല്ല ഗുണമുണ്ടോ?
PSC നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. PSC ആ വഴി കൂടെ പോകുന്നു, ഇത് PSCയുടെ വഴി, ഇത് നിങ്ങളുടെ തനി വഴി. അപ്പോൾ അലൈൻ ചെയ്ത് വേണ്ടേ പഠിക്കാൻ? ആണല്ലോ. നിങ്ങൾ വേറെ ഏതോ എക്സാമിന് പഠിക്കുന്ന പോലെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പോയി നിങ്ങളിപ്പോൾ SSC ഒക്കെ എഴുതുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? PSC തന്നെയാണ്. എങ്ങനെയാണ്? അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ. PYQs മനസ്സിലായല്ലോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻവർഷ ചോദ്യങ്ങൾ, അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഈ മുൻവർഷ ചോദ്യങ്ങളിലൂടെ PSCയുടെ സ്വഭാവം ഏകദേശം മനസ്സിലായി. ഇതാണ് PSCയുടെ സ്വഭാവം. ഈ സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി ആ സ്വഭാവത്തിൽ നമ്മൾ പഠിക്കണം. മനസ്സിലായോ? ആ ലെവലിലോട്ട് നമ്മൾ പോകണം, PSCയുടെ ലെവലിലോട്ട് നമ്മൾ പോകണം. അപ്പോൾ എന്താണ് നമ്മളപ്പോൾ എന്ത് ചെയ്യും? PSCയുടെ വഴി വേറെ, നമ്മുടെ വഴി വേറെ എന്നല്ല, രണ്ട് വഴിയും സിമിലർ ആയിട്ട് മാറണമെങ്കിൽ, ഒരേ വഴി കൂടെ പോകണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്ക് തരാനുള്ള 2-3 ഉപദേശങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പേപ്പറിലോ ഫോണിലോ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സൈഡിൽ കപ്പലണ്ടി, അതുപോലെ തന്നെ മിച്ചർ തുടങ്ങിയ കാര്യങ്ങൾ. കപ്പലണ്ടി അല്ലെങ്കിൽ കടല, നിങ്ങളുടെ ജില്ലയിൽ എന്താണ് പറയുന്ന ആ സാധനം. ഇനി കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ സൈഡിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും വച്ചിരിക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇടയ്ക്ക് ഈ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ എടുത്ത് നോക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ PSC ഈ വഴിക്ക് തന്നെ ആയിരിക്കും, നമ്മൾ ഈ വഴിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യം, ഫോണിൽ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുക, ഫ്ലൈറ്റ് മോഡ് ഓണാക്കി ഇടുക. നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് നമ്മുടെ OMR ഷീറ്റ് ഉണ്ടായിരിക്കണം. സാറിൻ്റെ ജില്ല, എൻ്റെ ജില്ല തിരുവനന്തപുരം, നമ്മളിവിടെ കപ്പലണ്ടി എന്നാണ് പറയുന്നത്. തമാശയാണ്, തമാശയായിട്ട് തോന്നിയില്ല. ചിലപ്പോഴൊക്കെ എൻ്റെ തമാശ ചളിയാകാറുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ചിരിക്കുക, വെറുതെ ചിരിക്കുക, എനിക്കൊരു പ്രോത്സാഹനം. അപ്പം നോക്കി, ഈ പറയുന്ന പോലെ ഈ നമ്മുടെ OMR ഷീറ്റ് കുറച്ച് വാങ്ങിച്ച് വയ്ക്കുക. വളരെ കുറച്ച് വില മാത്രമേ ഉള്ളൂ. OMR ഷീറ്റ് വാങ്ങിച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക. അതൊരു എക്സാം പോലെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ചിട്ട് ചെയ്തു നോക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു എക്സാം എഴുതുന്ന അന്തരീക്ഷം നിങ്ങൾക്ക് കിട്ടും. അതിനൊപ്പം അവിടുന്ന് എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് മുഴുവനും കാണാതെ പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതാൻ ഒന്നും നടക്കത്തില്ല. അങ്ങനത്തെ ഒരു സംഗതി നമുക്ക് നടക്കത്തില്ല. 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റോ 3 സ്റ്റേറ്റ്മെൻറ്റോ നമുക്ക് അറിയാമെന്നുള്ളതായിരിക്കും. അത് ഉപയോഗിച്ച് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ് എലിമിനേഷൻ ടെക്നിക്ക്. അത് നമ്മുടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ 1-2 ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ബാക്കി നിങ്ങൾ പ്രാക്ടീസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പരമാവധി ചോദ്യപേപ്പറുകൾ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ചോദ്യപേപ്പറുകൾ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് എലിമിനേഷൻ ടെക്നിക്ക്. പിന്നെ ഗസ് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്കി പിങ്കി പോങ്കി ഫാദർ ആസ് എ ഡോങ്കി അങ്ങനെ എണ്ണിപ്പിരിക്കേണ്ട. അല്ലെങ്കിൽ അവിടെ എന്താണ് എലിമിനേഷൻ, അതായത് എഡ്യൂക്കേഷൻ ഗസ്, അതായത് ഈ പറയുന്ന പോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വച്ചിട്ടൊരു ഗസ് വർക്ക്, ചുമ്മാ എണ്ണിപ്പിരിച്ചിട്ടുള്ള ഗസ് അല്ല നമ്മൾ പറയുന്നത്. എന്താണ്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊരു ഗസ് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാം അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യ പേപ്പറുകൾ ചെയ്യാൻ പരമാവധി സമയം നിങ്ങൾ യൂസ് ചെയ്യുക. നാളെ മുതലിപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മതി. മനസ്സിലായോ? ആദ്യം ചെയ്യുമ്പോൾ 1 മാർക്കും കിട്ടത്തില്ലായിരിക്കും, ഒന്നും അറിയാത്തവരാണെങ്കിൽ. പിന്നെ പതുക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നത്തെ ആൻസറും അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കും തമ്മിൽ, മുന്നത്തെ മാർക്ക് ഇപ്പോഴത്തെ മാർക്കും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലാതെ അടുത്ത ആൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആൾ പിങ്കി ഒന്നും നിങ്ങൾ അയ്യോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എണ്ണി പിരിച്ചിട്ടില്ല, ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഓ സോറി, നിങ്ങൾ ജെൻസി ആണോ? നമ്മുടെ സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ എണ്ണി പിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ. അപ്പം നോക്കി, അപ്പം നിങ്ങൾ പരമാവധി ചോദ്യ പേപ്പറുകൾ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് നോക്കുക. വേറൊരാൾക്ക് ചിലർ നിങ്ങൾ കണ്ടിട്ടില്ലേ, എക്സാമൊക്കെ കഴിയുന്ന സമയത്തെ ചില ഗ്രൂപ്പുകളിലും ചിലയിടത്തൊക്കെ വന്നിട്ട് ചില ആൾക്കാർ പറയും, എനിക്ക് 99 ഉണ്ട്, 1 മാർക്ക് മിസ്സായി, എനിക്ക് 120 ഉണ്ട് 100 എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്ന് തള്ളുന്ന കണ്ടിട്ടില്ലേ? അവർക്ക് ഇത് മാത്രമേ പരിപാടിയുള്ളൂ. മനസ്സിലായോ? അവർ വേറെ പരിപാടിയൊന്നുമില്ല. എക്സാം കഴിയുന്നത് കാത്തിരിക്കുകയാണ്. എന്താണ്? എനിക്ക് 120 ഉണ്ട്, എനിക്ക് 108 ഉണ്ട്, 108 ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. അവരെന്തോ 108 160 എത്രയും 1500 എത്രയൊക്കെ മാർക്ക് അവർ വാങ്ങട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരിക. അപ്പോൾ മറ്റുള്ളവർക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കണ്ട. നമുക്ക് മുന്നത്തെക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അടുത്ത പരീക്ഷയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. 108 ഉള്ളവർ അതിൽ പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് നമുക്ക് വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഗത്തുനിന്നുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. വേറൊരു പ്രോബ്ലം, കറണ്ട് അഫയേഴ്സോ? സാറിൻ്റെ മെയിനാണ് ഇങ്കി പിങ്കി എന്നല്ല, ഞാൻ ഇത്രയും കാലം പറയാറില്ല, ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് റീഡ് ചെയ്യുമ്പോൾ ചില ഐഡിയ കിട്ടും, അതെ അത്രേ ഉള്ളൂ.
ഓൾ ഓഫ് ദ എബോ അത് നമുക്ക് നോക്കാം. ഓൾ ഓഫ് ദ എബോ വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് എലിമിനേഷനും ചെയ്യാൻ പറ്റില്ല. 100 ചോദ്യങ്ങൾ 100 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എലിമിനേഷൻ, കുറച്ച് ഗസ് വർക്ക്, കുറച്ച് പഠനം, കൂടുതലും പഠനം. മനസ്സിലായല്ലോ? 88 കൊണ്ട് ജോബ് കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏത് പരീക്ഷയ്ക്ക് 89 കൊണ്ട് ചാൻസ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ കമൻറ്റ് ഇടുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാനല്ല PSC, അവരാണ് തീരുമാനിക്കുന്നത്. കറണ്ട് എക്സാംസ് ടൈം അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതിനും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. മനസ്സിലായോ? ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സമയം, ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വായിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും. വായിച്ചെടുക്കുന്ന സമയത്ത് 1.25 മണിക്കൂർ കഴിയും. പിന്നെ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് ഈ ഒരു ടൈം മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാതെ എക്സാം ഹാളിൽ എക്സാമിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ആൻസർ പഠിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ആൻസർ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. എക്സാം ഹാളിൽ ഇരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ്, എലിമിനേഷൻ, അതുപോലെ തന്നെ ഒരു എക്സാം ഹാളിൻ്റെ അന്തരീക്ഷം, അങ്ങനെ പല കാര്യങ്ങളും ഒന്ന് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. എന്നിട്ട് എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും തന്നെ ഉണ്ടാകത്തില്ല. എക്സാം ഹാളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ നിങ്ങൾക്ക് തന്നെ അറിയാം, ടെൻഷൻ അല്ലേ? ടെൻഷനൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കും. ആണല്ലോ, നമ്മുടെ ജോർജ് കുട്ടി പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒഴിവാക്കാനും നമുക്കുള്ള മാർഗ്ഗങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുന്നതൊക്കെ ടെൻഷൻ നേരത്തെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പലരും ചോദിക്കാറ്. എന്താ യെസ്, ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല. നല്ല കാര്യം കേട്ടോ, ക്വസ്റ്റ്യൻസ് ചെയ്യരുത്, ഇനിയും ചെയ്യാതിരിക്കുക. അപ്പോൾ ടൈം കിട്ടുന്നില്ല പേപ്പർ ഫുള്ള് വായിക്കാൻ. അതെ, ലെങ്തി ക്വസ്റ്റ്യൻസ്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരുന്നുള്ള പ്രശ്നം എന്താണ്? നമുക്ക് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള ഒരു ഐഡിയയെ കിട്ടത്തില്ല. അപ്പോൾ എക്സാം എഴുതാതെ നമുക്ക് ചെന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു. അപ്പോൾ എടുക്കണമല്ലോ. നമുക്ക് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ചെന്ന് നിങ്ങൾ പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കി, മനസ്സിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, നേരെ പോവുക, ഇങ്ങോട്ട് തിരികെ, ഫ്രണ്ടിലോട്ട് പോവുക, ബാക്കിലോട്ട്, തീർന്നു, ശുഭം. ഇത്രേ ഉള്ളൂ കാര്യം, എളുപ്പം, സിമ്പിൾ. അതുപോലെ ചെന്നിട്ട് നേരെ ചെന്ന് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുമ്പം പോലും 10-15 കമ്പികൾ, പണ്ട് കമ്പി കുത്തി നിർത്തിയായിരുന്നുണ്ട്, ഇപ്പം കമ്പിയാണോ എന്ന് എനിക്കറിയില്ല. കമ്പികളെല്ലാം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് MVD ഫ്രണ്ടിൽ, സാർ ഇതാ കമ്പി എന്ന് പറഞ്ഞിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് സാറിനെ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോലും അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഈ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരു എക്സാം ഒക്കെ എഴുതാൻ പോലുള്ള അവസ്ഥയല്ല ചോദിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. അപ്പോൾ റിസോഴ്സ്, ക്ലാസ് നോട്ട്, SCERT, NCERT, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ ചെയ്ത് നോക്കുക. ഇതിനേക്കാളും അപ്പുറം നമ്മൾ വേണ്ടത് റിവിഷൻ ചെയ്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മനസ്സിലായല്ലോ? റിവിഷൻ ചെയ്തു. വീണ്ടും ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തുടങ്ങുക നല്ലതല്ലേ? അതെ, വൊക്കാബ്സ് വീഡിയോയോട് നിങ്ങൾ ആവശ്യപ്പെടുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടാൻ. അവരെന്ത് ചെയ്യും? നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിടുന്നതായിരിക്കും. യെസ്, അപ്പം നോക്കിയേ, റിവിഷൻ അല്ലേ? ഒരു സാധനം പഠിച്ച് നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. എനിക്ക് എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു മാസം മുന്നേ പഠിച്ച കാര്യങ്ങൾ എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ 10-15 റാങ്ക് ഫയലും 10-15 പുസ്തകങ്ങളും പുതിയ കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസം പഠിക്കുന്നു, പഴയ കാര്യങ്ങൾ അതെനിക്ക് ഓർമ്മയില്ല സാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവിഷൻ നടത്തണം. റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്. മെയിൻസിന് എക്കണോമിക്സ് ഉണ്ടാവില്ല. എന്ത് ചോദ്യം? LSTS മെയിൻസിന് 15 മാർക്കാണ് എക്കണോമിക്സ്. എക്കണോമിക്സിന് തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എക്കണോമിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് 15 മാർക്കിന് വരാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ സെക്കൻഡ് പേപ്പറിൽ എന്നാണ് എൻ്റെ പ്രതീക്ഷ. മനസ്സിലായോ? ഫോണ് കരഞ്ഞുകൊണ്ട് പോകുന്നു, വേണ്ടാന്ന്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്കണോമിക്സ് ഒക്കെ ക്രാക്ക് ചെയ്യാം. നിങ്ങൾ കൂടെ എന്ന് കഴിഞ്ഞാൽ സെറ്റാണ്. റിവിഷൻ മേക്സ് മാൻ പെർഫെക്റ്റ്. ഓഹോ, അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത്? പ്ലാനിങ് മേക്സ് മാൻ പെർഫെക്റ്റ്. എന്തോ മനുഷ്യനെ പെർഫെക്റ്റ് ആക്കും. റിവിഷൻ നമ്മുടെ എക്സാം പെർഫെക്റ്റ് ആക്കുന്നു. അത് അത്രേ ഉള്ളൂ, സിമ്പിൾ. റിവിഷൻ ചെയ്യുക, പരമാവധി റിവിഷൻ ചെയ്യുക. നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആയിട്ട് മാറുക. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, ക്ലാസ് കാണുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, പരീക്ഷയ്ക്ക് പോവുക, പരീക്ഷ എഴുതുക, റാങ്ക് ലിസ്റ്റ് വരിക. ഇത്രയും മാത്രമേ നമ്മുടെ സ്ട്രാറ്റജി ആയിട്ടുള്ളൂ. സാർ ഈ മടി മാറാൻ സോറി വിശപ്പായതുകൊണ്ട് മന്തി എന്ന് വായിച്ചു. മടി മാറാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോന്നോ? അത് നിങ്ങളാണ് തീരുമാനിക്കാനുള്ളത്. മനസ്സിലായോ? മടി മാറാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് മടി മാറാൻ ഓരോ ആൾക്കാർക്കും പല രീതിയിലുള്ള. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാവണം, റാങ്ക് ലിസ്റ്റിൽ വരണം.
എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? അതായത് മന്തി എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കില്ല. അപ്പം നോക്കി, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണം. അടുത്ത നിങ്ങളിപ്പോൾ പഠിക്കാൻ ജോയിൻ ചെയ്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ജോയിൻ ചെയ്ത് ചുമ്മാ ഒരു PSC വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? വീട്ടുകാർ നിർബന്ധിച്ചു, എന്തെങ്കിലുമൊക്കെ നീ പഠിച്ചേ പറ്റത്തുള്ളൂ, ഇവിടെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ തീയൊക്കെ ഇടുന്നുണ്ട്, ഉണ്ടോ? ഇല്ല. ആരൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പറയില്ലല്ലോ, ഇല്ല. അപ്പോൾ അതായത് നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, എന്തായാലും വീട്ടുകാരുടെ നിർബന്ധം തുടർന്ന് എന്തോ ആയിക്കോട്ടെ, നിങ്ങളിവിടെ എന്തായാലും എത്തിപ്പെട്ടു, പഠിക്കാൻ വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തു. നിങ്ങൾ ചിന്തിക്കാനുള്ളൊരു കാര്യം, എത്രയും നേരത്തെ ജോലിക്ക് കയറുമോ, നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അത്രത്തോളം കൂടുതൽ സാലറി അല്ലെങ്കിൽ ഈ പറയുന്ന കൂടുതൽ പെൻഷൻ അല്ല, കൂടുതൽ വരുമാനം നിങ്ങൾക്ക് കിട്ടും, കൂടുതൽ പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നേരത്തെ കയറിയാൽ കുറച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് നേരത്തെ നിങ്ങൾ റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് വരാം. മനസ്സിലായി? ഏർലി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് വരാം. കുറച്ച് കാലം ജോലി ചെയ്തു, അത് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് വല്ല ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം എത്രയും നേരത്തെ കയറാൻ പറ്റുമോ അത്രയും നേരത്തെ കയറുക. പറഞ്ഞ് മനസ്സിലായത്? അതിൽ ഇനി അങ്ങോട്ട് ഈ ഒരു PSC എന്ന് പറയുന്ന ഈ ഒരു എക്സാം എഴുതുക ഭയങ്കര മടിപ്പുള്ള കാര്യമാണ്. അതായത് വീണ്ടും എക്സാം എഴുതുന്നു, പ്രിലിംസ് എഴുതുന്നു. ഇപ്പോൾ എല്ലാത്തിനും പ്രിലിംസും മെയിൻസും ഉള്ളത് കൊണ്ട് തന്നെ പ്രിലിംസ് എഴുതുക, മെയിൻസ് എഴുതുക, ഇനി പലതിനും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അത് 1 വർഷമാകുന്നു, ഒരു 6-7 മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. വീണ്ടും അടുത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത് വീണ്ടും എഴുതുക, വീണ്ടും ഭയങ്കര മടുപ്പുള്ള പ്രോസസ്സ്. ഉള്ള പറയില്ല, ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ തവണ എഴുതി കയറുക. മനസ്സിലായോ? ഒരൊറ്റ തവണ എഴുതി കയറിയാൽ മതി. അല്ലാതെ ഇനി കൂടുതൽ കാലം ഒന്നും നീണ്ട് ഇതൊരു ഒരു 5 വർഷം നീണ്ടു നിൽക്കുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് പഠിക്കാതിരിക്കുക. നമ്മൾ LLB ഒക്കെ പഠിക്കാറില്ല, ഇൻ്റഗ്രേറ്റഡ് LLB 5 വർഷത്തേക്ക് BA LLB എന്ന്. അതുപോലെ LLB പോലെ നീട്ടിക്കൊണ്ട് പോവാതിരിക്കുക. നിങ്ങൾ നീട്ടിക്കൊണ്ട് അത് പലപ്പോഴും ചില കാരണങ്ങൾ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാരണങ്ങളല്ലാതെ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സാം എഴുതാനോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പരമാവധി ഒരു നല്ല അറ്റംപ്റ്റ് കൊടുക്കുക. മനസ്സിലായല്ലോ? പരമാവധി ഒരു നല്ല അറ്റംപ്റ്റ് കൊടുക്കുക. നല്ല അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യം, നിങ്ങൾ ലിസ്റ്റ് കയറി അങ്ങ് പോകും. എക്സാം ഈ പറയുന്ന പോലെ ആ വഴിക്ക് പോകുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് മനസ്സിലായി ഒരു നല്ല അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ജോലിക്ക് കയറാൻ പറ്റും, എനിക്ക് അടുത്ത എക്സാം എഴുതിയെടുക്കാൻ പറ്റും. ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നിങ്ങൾ ഉണ്ടാകത്തില്ലേ? വീണ്ടും പഠിക്കാനൊരു തീ, മനസ്സിലായാലും ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ മോട്ടിവേഷൻ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പല ആൾക്കാരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജഗതി ഒരു വീഡിയോ കണ്ടിട്ടില്ലേ, മോട്ടിവേറ്റ് ചെയ്ത് വായിച്ചൊക്കെ എഴുന്നേക്കും, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അതുപോലെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ തോന്നി ചെയ്യുക. മനസ്സിലായി? ഞാനിവിടെ പറഞ്ഞ് ഞാൻ തന്നെ ഇപ്പോൾ മോട്ടിവേറ്റ് ആവും. നോക്കിക്കോ, ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ മോട്ടിവേറ്റ് ആവുന്നു. അതിനല്ലല്ലോ, നിങ്ങൾക്കല്ലേ മോട്ടിവേഷൻ വേണ്ടത്. അപ്പം നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ തന്നെ സെറ്റാക്കുക. മനസ്സിലായല്ലോ? ഞാൻ ഇപ്പോൾ LLM കഴിഞ്ഞു. അയ്യോ, ഞാൻ LLB പഠിച്ച ആൾക്കാരെ കുറ്റം പറഞ്ഞല്ലേ കേട്ടോ. സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കുന്നില്ല. അതാ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറേ കാലമായിട്ട് നീണ്ട് പഠിച്ചു പോകുന്ന ആൾക്കാരെ ഞാൻ കുറ്റം പറഞ്ഞല്ല ഒരിക്കലും. നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യാനുള്ള പല കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിലും ഇനി കുറച്ച് മാസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ജോലിനെയും ഈ പറയുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും ബാധിക്കാത്ത രീതിയിൽ ഒരു പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ പ്രിപ്പയർ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക. ഞാൻ പറയുന്നത് കേൾക്കുക, ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇത്തവണ കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് പറ്റുന്നതാണോ പറ്റാത്തതാണോ, ഇവിടെ നിൽക്കണ്ടെന്നുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആത്മാർത്ഥമായിട്ടൊരു അറ്റംപ്റ്റ്, സിൻസിയറായിട്ട് സീരിയസ് ആയിട്ടൊരു അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കയറിക്കോട്ടെ കയറാതിരിക്കട്ടെ, നിങ്ങൾക്കൊരു അഭിമാനം തോന്നൂലേ, നിങ്ങൾക്ക് പിന്നീട് റിഗ്രറ്റ് ചെയ്യില്ല, അയ്യോ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ. പിന്നീട് ആലോചിക്കാം, ഞാൻ പഠിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല, അത് കുഴപ്പമില്ല. മനസ്സിലായോ? ഇവിടെ ആരൊക്കെ ഹിന്ദി പറയുന്നുണ്ട്, എനിക്ക് ഹിന്ദി അറിയില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയൂ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയൂ, ഏതൊക്കെ ഭാഷയിൽ പറയുന്നുണ്ട്. ക്യാ വരാതെ ഹൈ. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ്, അപ്പം നോക്കുക എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ തന്ന മോട്ടിവേഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓക്കെ, ഇനി എനിക്ക് ജോലി കിട്ടിയല്ലേ ജീവിക്കാൻ പറ്റൂ എന്ന അവസ്ഥ കൊണ്ട് പഠിക്കാൻ വന്നതാ, എനിക്ക് പഠിച്ച് പറ്റൂ ജോലി, അത് അത്രേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജോലി, അതായത് ഈ പറയുന്ന പോലെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മയാണെങ്കിലും വേറൊരു പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും ആയിക്കോട്ടെ,
നിങ്ങൾക്ക് എന്തിനിവിടെ വന്നു, അതിനൊരു പ്രത്യേക കാരണം ഉണ്ടാകത്തില്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടാകും. ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ചൊറിച്ചിലുണ്ടാവുമല്ലോ, ചില ആൾക്കാർ വലിയ രീതിയിൽ നമ്മൾ ചൊറിയും. മോനെ ജോലിയൊന്നും ആയില്ല മോനെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ ആ മോനെ, ആ ലീഡ് അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോലി വാങ്ങിച്ച് റിപ്ലൈ കൊടുക്കണമെന്നുള്ളവരുണ്ടാവും. വീട്ടിലെ സാഹചര്യങ്ങൾ, നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ അങ്ങനെ പല സാഹചര്യങ്ങൾ, ഇപ്പോൾ എന്താണ് പെൺകുട്ടിയായിട്ട് അങ്ങനെ പെൺകുട്ടികളെ മാറ്റി നിർത്താം, അങ്ങനെ ഫാമിലി ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലി വാങ്ങണം, നമുക്കൊരു സ്വന്തം നിലയിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള എന്തിനാണ് ഇങ്ങനെ വന്നത്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിലൊന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നാട്ടുകാർ പലതും പറയും, നാട്ടുകാരല്ലേ, അതെ, നാട്ടുകാർ നമ്മളിങ്ങനെ എന്ത് ചെയ്യാൻ ചൊറിയാൻ വരും. അതിനുശേഷം നീ ഇപ്പോഴും പഠിക്കുകയാണോ, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങളാണോ എനിക്ക് പൈസ തരുന്നത് എന്നൊക്കെ ചോദിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ അവരെയൊന്നും മാർക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ഞാൻ മോട്ടിവേഷൻ കൂടുതൽ തരുന്നില്ല. മോട്ടിവേഷൻ നിങ്ങൾക്ക് ആവശ്യത്തിലധികം യൂട്യൂബിൽ ജസ്റ്റ് മോട്ടിവേഷൻ വീഡിയോ, മോട്ടിവേഷൻ സ്പീച്ച് എന്നൊക്കെ അടിച്ച് വേണമെങ്കിൽ ഞാൻ മോട്ടിവേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോട്ടിവേഷൻ സ്പീച്ച് ബൈ നന്ദു എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടോ. ക്ലാസ് അല്ലേ നമുക്ക് വേണ്ടത് മെയിനായിട്ട്. ഓക്കെ, അപ്പം നോക്കിയേ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കൂടെ പറഞ്ഞിട്ട് നമുക്കങ്ങ് നിർത്തുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. എക്കണോമിക്സ് എന്താണ്? മഴയാണ് ഇവിടെ എന്നോ? ഇവിടെ മഴയില്ല. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ഈ പറയുന്ന പോലെ മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ. ദാഹിക്കുമ്പോൾ വെള്ളം വേണം, വിശക്കുമ്പോൾ ഭക്ഷണം വേണം, അങ്ങനെ പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട്. അതാണ് മനുഷ്യൻ്റെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ്. അപ്പോൾ ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് അൺലിമിറ്റഡ് ആണല്ലേ. മനുഷ്യൻ ഒരു ആവശ്യം കഴിയുമ്പോൾ വീണ്ടും വേറൊരു ആവശ്യം വരും, ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഞാൻ ജസ്റ്റ് ഒരു എക്കണോമിക്സിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാം. അതായത് ഇവിടെ നോക്കിയാൽ ജനങ്ങളുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ്, ഈ പറയുന്ന പോലെ ജനങ്ങളുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് അത് വളരെ കൂടുതലാണ്. ഈ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളെയാണ് റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കുടിക്കാൻ, ദാഹിച്ചാൽ വെള്ളം വേണം, വിശന്നാൽ ഭക്ഷണം വേണം, താമസിക്കാൻ വീട് വേണം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ റിസോഴ്സസ്, വിഭവങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണ്? ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ടോ? ഓരോ വർഷവും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഓരോ വർഷവും കൂടുന്നു, പക്ഷെ അതിനനുസരിച്ച് വിഭവങ്ങൾ കൂടുന്നുണ്ടോ? ഇല്ല. റിസോഴ്സസ് ആർ സ്കേഴ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, പരിമിതമായിട്ട് മാത്രമേ ഉള്ളൂ. അതേസമയം ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ പല ആവശ്യങ്ങളില്ലേ. നമ്മൾ നോക്കി, വെള്ളത്തിനെ കൊണ്ട് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം, കുളിക്കാൻ ഉപയോഗിക്കാം, വാഹനം കഴുകാൻ ഉപയോഗിക്കാം, തുടങ്ങിയ പല ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വെള്ളം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അല്ല. വെള്ളം പരിമിതം അല്ലെങ്കിൽ ഈ ലിമിറ്റഡ് ആണ്, സ്കേഴ്സ് ആണ്, ദൗർലഭ്യം നേരിടുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്താണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. എന്താണ് എക്കണോമിക്സിൻ്റെ പ്രാധാന്യം? അല്ലെങ്കിൽ എക്കണോമിക്സ് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം ഒന്ന് പഠിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താ നമ്മുടെ സമ്പത്ത്? വിഭവങ്ങളാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ ഈ വിഭവങ്ങൾ എന്ന് വെച്ചാൽ പരിമിതമാണ്. ഈ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ്. പറഞ്ഞ മനസ്സിലായോ? എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഓഫ് പോപ്പുലേഷൻ. മനസ്സിലായല്ലോ? അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിരില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഹൗ ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഓഫ് ദ പോപ്പുലേഷൻ. സിമ്പിൾ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് വേർഡ്, വേണമെങ്കിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത്? ഗ്രീക്കിലെ രണ്ട് ഗ്രീക്ക് വാക്കുകളുണ്ട്. ഒയ്ക്കോസും നോമോസും എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളുണ്ട്. അതാണ് പിന്നീട് ഒയ്ക്കണോമസ് അല്ലെങ്കിൽ ഒയ്ക്കണോമി ആയിട്ട് മാറിയത്. അതാണ് പിന്നീട് എക്കണോമിക്സ് ആയിട്ട് മാറിയത്. എന്താണ് ഒയ്ക്കോസ്? ഹൗസ് ഹോൾഡ്. എന്താണ് നോമോസ്? മാനേജ്മെന്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു എക്കണോമിക്സ്. നമ്മുടെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് വീട്ടിലെ കാര്യങ്ങൾ നിറവേറ്റുക എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇന്ന് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, നമ്മുടെ രാജ്യത്തിനെയും ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് ഏത് മാറി? എക്കണോമിക്സ് മാറി.
പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്, 2 ഗ്രീക്ക് വാക്കുകൾ ഒയ്ക്കോസ് നോമോസ്, അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 2 വാക്കുകളിൽ നിന്നാണ് ഒയ്ക്കോണോമസ് ഉണ്ടായത്. അത് പിന്നീട് എക്കണോമിക്സ് ആയിട്ട് മാറി. ഗൃഹഭരണം, അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. അത് പിന്നെ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറി, ആണല്ലോ. അത്രയും കാര്യം മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഇനി എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ പലപ്പോഴും എക്കണോമിക്സ് എന്നും പറയാറുണ്ട്, എക്കണോമി എന്നും പറയാറുണ്ട്, അല്ലേ? ഇന്ത്യൻ എക്കണോമി എന്നാണ് പറയുന്നത്, ആണോ അല്ലേ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് പറയുന്ന കുറവാ. കേരള എക്കണോമി എന്നാണ് പറയുന്നത്. കേരള എക്കണോമിക്സ് എന്ന് പറയുന്ന കുറവാ. ഗ്ലോബൽ എക്കണോമി എന്നാണ് പറയുന്നത്. എന്താണ് ഈ എക്കണോമി എക്കണോമിക്സ് തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതോ സെയിം ആണോ? എക്കണോമിയും എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം, എക്കണോമിക്സ് ഇസ് എ ഡിസിപ്ലിൻ. എക്കണോമിക്സ് ഒരു തിയറട്ടിക്കലി നമ്മൾ പഠിക്കുന്ന, ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാറില്ലേ? കുറേ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, കുറേ തത്വങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന തിയറട്ടിക്കൽ നോളജാണ് അതിനകത്തുള്ളത്. ഏതിനകത്ത്? എക്കണോമിക്സിനകത്തുള്ളത്. അതേസമയം എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു നോളജ് നമ്മളൊരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ, ഉദാഹരണം ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ ഒരു എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്കണോമി എന്ന് വിളിക്കുക. കേരളം എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ ഒരു എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്കണോമി എന്ന് പറയുക. അപ്പോൾ എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രം, അതൊരു സയൻസ് ആണ്. ഒരു പ്യുവർ സയൻസ് അല്ല, ഒരു സോഷ്യൽ സയൻസ് ആണ് എക്കണോമിക്സ്. അതെ, തിയറട്ടിക്കൽ നോളജ് ആണ്. അതേസമയം മറ്റൊന്നെന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മളൊരു ഏരിയയിൽ, ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത്, ഭൂമിശാസ്ത്രമല്ല, ഭൂപ്രദേശത്ത് ഈ ഒരു തിയറീസ്, ഈ ഒരു പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. അതിനനുസരിച്ച് എങ്ങനെ അത് പ്രവർത്തിക്കുന്നു, അതിനെയാണ് എക്കണോമി എന്ന് പറയുന്നത്. ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി, ഗ്ലോബൽ എക്കണോമി. അതായത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയം പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ മാറ്റാം, ഈ 2 പേരുകളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ്, വിപണി എന്ന് വെച്ചാൽ എന്താ? ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഒരു വിപണിയിൽ ആരൊക്കെയാണ് ഉള്ളത്? മാർക്കറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു വിപണിയിൽ ആരൊക്കെയാണ് പ്രത്യക്ഷരായിരിക്കുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഒരു മാർക്കറ്റിൽ? ഒന്നെന്ന് പറഞ്ഞാൽ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർ, മറ്റൊന്ന് സാധനം വിൽക്കാൻ വരുന്ന ആൾക്കാർ, അല്ലേ? ബയ്യേഴ്സും സെല്ലേഴ്സും, അവർ രണ്ടുപേരും ചേർന്നാലേ മാർക്കറ്റ് ഉണ്ടാവും. വിൽക്കാൻ വരുന്നവർ ആൾക്കാർ മാത്രം ഉണ്ടായാൽ മാർക്കറ്റ് ഉണ്ടാവത്തില്ല, വാങ്ങാൻ വരുന്നവർ മാത്രം ഉണ്ടായാലും മാർക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റ് എന്ന് വെച്ചാൽ ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് മാർക്കറ്റ്, അല്ലേ? അതിൻ്റെ അർത്ഥം ഈ ബയ്യേഴ്സ്, വാങ്ങാൻ വരുന്ന ആൾക്കാർ അവിടെ എന്താ ചെയ്യുന്നത്? അവർ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. യെസ്, നിങ്ങൾ പറഞ്ഞു, പല ആൾക്കാരും പറഞ്ഞു ഡിമാൻഡ്. ബയ്യേഴ്സ്, സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. അപ്പം ഡിമാൻഡിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ, ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് എന്തുണ്ടായിരിക്കണം? ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ, എൻ്റെ കയ്യിലുള്ള ഈ ഫോണിന് ഡിമാൻഡ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ സാധനം എനിക്ക് വേണം, അതായത് ആ ഒരു സാധനത്തിനോട് ആഗ്രഹം ഉണ്ടായിരിക്കണം, അല്ലേ? ഡിമാൻഡിന്റെ മലയാളം ചോദനമാണ്. ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയണമെങ്കിൽ ആ സാധനം വേണമെന്ന് എനിക്കൊരു ആഗ്രഹം വേണം, അല്ലേ? ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. എനിക്ക് റോൾസ് റോയ്സ് വേണമെന്ന് വലിയ രീതിയിലുള്ളൊരു ആഗ്രഹമുണ്ട്, അതിൻ്റെ മേലിൽ ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആഡംബര വാഹനങ്ങൾ, ആഡംബര കാറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്, ഡിസയർ ഉണ്ട്. അപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ റോൾസ് റോയ്സ് കമ്പനി പറയുന്നത് എല്ലാവർക്കും റോൾസ് റോയ്സിന് മേൽ ആഗ്രഹമുണ്ട്, അപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെ, 2 ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി. പൈസ വേണം, അതെ ഇവിടെ പറഞ്ഞു, പൈസയും വേണം, പൈസ വേണം. ഡിസയർ വേണം, ആഗ്രഹം വേണം, പൈസ വേണം. മൂന്നാമത് പറയാം, അന്വേഷണം പറയാം. അപ്പം നോക്കിയേ, ഈ പറയുന്ന മൂന്നാമത് എന്താ വേണ്ടത്? എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ. എൻ്റെ കയ്യിൽ ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, ഞാൻ പക്ഷേ പൈസ മുടക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിലോ ഡിമാൻഡ് ഉണ്ടോ? ഇല്ല. അപ്പം ഡിമാൻഡ് എന്ന് പറയണമെങ്കിൽ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ. പൈസ മുടക്കാൻ തയ്യാറാകണം, പൈസ ഉണ്ടായിരിക്കണം, പൈസ മുടക്കാൻ തയ്യാറായിരിക്കും, എന്നാലേ ഡിമാൻഡ് എന്ന് പറയുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അവർ മാർക്കറ്റിൽ വരുന്നത്.
ഇനി അപ്പോൾ എന്താണ് സപ്ലൈ? സപ്ലൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഈ വിൽക്കാൻ വേണ്ടി, ഈ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, ജനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുക? സപ്ലൈ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുക? സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും തുല്യമായാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? മാർക്കറ്റിൽ 100 ആൾക്കാർ ഒരു സാധനം വാങ്ങാൻ വന്നു, 100 സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഇത് LDCക്കോ 10th ലെവലിലോ 12th ലെവലിലോ എന്തോ ചോദിച്ചൊരു ചോദ്യമാണ്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ എന്ന് പറയും. ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയും. എന്തെന്ന് പറയും? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയും. മനസ്സിലായല്ലോ? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ, ഡിമാൻഡും സപ്ലൈയും തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? മാർക്കറ്റിൽ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം ഡിമാൻഡ്, സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം സാധനമാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ സപ്ലൈ എന്ന് പറയുന്നു. രണ്ടും തുല്യമാണെങ്കിൽ അതിനെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല എക്കണോമിക്സ് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ആവശ്യങ്ങളും ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളും, ഇതിനെ പറ്റിയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് മുഴുവനായിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ, ഇൻട്രൊഡക്ഷൻ അല്ല സിലബസും അതുപോലെ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എക്കണോമിക്സിൽ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ശങ്കർ ഗണേഷ്, രമേശ് സിംഗിൻ്റെ ഒക്കെ പുസ്തകം വായിക്കണമോ? അങ്ങനെ ചോദിച്ച ആൾക്കാരോട് ഞാൻ ഒന്ന് പറയട്ടെ, രമേശ് സിംഗ് നമുക്ക് വേണ്ട. രമേശ് സിംഗിന്റെ പുസ്തകം ഒരിക്കലും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ ശങ്കർ ഗണേഷ് മാത്രം വായിക്കാം. രമേശ് സിംഗ് ഒരിക്കലും വായിക്കരുത്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ആ സമയത്ത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു കഴിഞ്ഞാൽ മോക്ഷമല്ല, മാർക്കെങ്കിലും കിട്ടും. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ രമേശ് സിംഗ് നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മികാന്ത് ഒക്കെ വായിച്ചാൽ, ലക്ഷ്മികാന്ത് ഉണ്ടല്ലോ, ലക്ഷ്മികാന്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കെങ്കിലും കിട്ടും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അതേസമയം ശങ്കർ ഗണേഷ് വേണമെങ്കിൽ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എനിക്കൊരു ബുക്ക് വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. കാരണം അത് വായിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, കോൺസെപ്റ്റുകൾ ക്ലിയർ ആവും, ഇല്ലയെന്ന് പറയുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, പക്ഷേ സമയം കളയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഏകദേശം ഒരു എക്കണോമിക്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇന്ന് നമുക്ക് ഇത്രയും മതി. 10:30 ബാക്കി അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം ഇൻ ദ സെൻസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യും. അന്ന് നമ്മൾ SCRTയും കൂടെ വായിക്കാനുള്ളത് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് ഈ പറയുന്ന പോലെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ പറയുക സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കുറവാണോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണുള്ളത്. ഞാൻ തരുന്ന പഠിക്കുക. പിന്നെ NCERT SCRT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതെ, അതൊന്നും വേണ്ട. യെസ്, നൈറ്റ് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്. വരുന്ന ദിവസം വരുന്ന ക്ലാസ്സുകളിൽ കാണാം. നന്ദി.